السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. കഴിഞ്ഞ ക്ലാസുകളിൽ 4 വിഷയങ്ങളെ സംബന്ധിച്ചും അതിന്റെ തെളിവുകളെ സംബന്ധിച്ചും അതിനെക്കുറിച്ച് ഇമാം ഷാഫിഈ അതുപോലെ തന്നെ ഇമാം ബുഖാരി റഹിമഹുമുള്ള അതുപോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞ തെളിവുകളും കാര്യങ്ങളുമാണ് കഴിഞ്ഞ ക്ലാസുകളിൽ നമ്മൾ മനസ്സിലാക്കിയത്. രണ്ടാമത്തെ റിസാലയുടെ ആദ്യ ഭാഗവും വായിച്ചു വെച്ചു. ഓരോ മുസ്ലിം സ്ത്രീ പുരുഷന്മാരും 3 വിഷയങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യൽ നിർബന്ധമാണ് എന്നതാണ് വായിച്ചു തുടങ്ങിയത്. ആ 3 വിഷയങ്ങളെക്കുറിച്ച് ഇനി മനസ്സിലാക്കാനുണ്ട്. അതിൽ കഴിഞ്ഞ ക്ലാസിന്റെ അവസാനത്തിൽ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഒഴിവാക്കിയ ഒരു കാര്യം, ഇനി പറയാൻ പോകുന്ന 3 വിഷയങ്ങൾ പഠിക്കൽ സ്ത്രീക്കും പുരുഷനും നിർബന്ധമാണ്. ഇസ്ലാമിൽ വന്നിട്ടുള്ള കൽപ്പനകൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ബാധകമാണ്. അതിൽ നിന്ന് ഒഴിവാകുന്നത് സ്ത്രീകൾ ഒഴിവാണ് എന്നോ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് മാത്രം ബാധകമായതാണ് എന്നോ പ്രത്യേകം വിധികൾ വന്നിട്ടുള്ള വിഷയങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കൽപ്പനകളും സ്ത്രീ പുരുഷന്മാർക്ക് ബാധകമാണ് എന്ന ഒരു പൊതു നിയമവും നാം മനസ്സിലാക്കുകയുണ്ടായി. തുടർന്ന് ഷെയ്ഖ് പറയുന്നത്, ഈ മത്നിൽ കൊടുത്തിട്ടുള്ള 3 കാര്യങ്ങൾ പഠിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് പഠനം? നേരത്തെ ഇൽമ് എന്താണ് എന്ന് ചർച്ച ചെയ്തതുപോലെ പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരാൾ അധ്യാപകനിൽ നിന്ന് നേരിട്ട് കേട്ട് പഠിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ സ്വന്തമായി വായിച്ച് പഠിച്ചാൽ മതിയോ, അതല്ലെങ്കിൽ രണ്ടും പറ്റുമോ എന്നതാണ്. പഠനം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അത്തലഖി അനിൽ ഉലമ വൽ ഹിഫ്ളു വൽ ഫഹ്മു വൽ ഇദ്റാഖ് ഹാദാ ഹുവ തഅല്ലും. പഠനം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരിൽ നിന്ന് ഏറ്റെടുക്കലാണ്, സ്വീകരിക്കലാണ്. അതായത് ഉലമാക്കളിൽ നിന്ന് നേരിട്ട് പഠിക്കുക. അവർ പറയുന്നത് തലഖി എന്നാൽ ഏറ്റുവാങ്ങുക, ഏറ്റെടുക്കുക, സ്വീകരിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ഉസ്താദുമാരുടെ അടുക്കൽ നിന്ന് അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ അടുക്കൽ നിന്ന് പഠിക്കുകയും അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഹിഫ്ളാക്കുകയും അതിന്റെ ഫഹമും ഇദ്റാഖും, ഇത് 3 കൂടി കൂടിച്ചേർന്നതാണ് പഠനം എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് പണ്ഡിതന്മാരിൽ നിന്ന് സ്വീകരിക്കുക, അത് ഹിഫ്ളാക്കുക, ഫഹ്മ് ചെയ്യുക, അല്ലെങ്കിൽ ഇദ്റാഖ് ഫഹ്മ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫഹ്മ് പിന്നെ ഇദ്റാഖ് എന്നാണ്. സാധാരണഗതിയിൽ മലയാളത്തിൽ ഫഹ്മ് എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുക, ഇദ്റാഖ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. പ്രത്യേകം വ്യത്യാസമില്ലാത്ത ഒരു മലയാള പദമേ ഇതിന് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ അത് വേർതിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും പണ്ഡിതന്മാരുടെ മറ്റ് വിശദീകരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക, ഇദ്റാഖ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അറിയുക എന്നതിനാണ് ഇദ്റാഖ് എന്ന് പറയുന്നത്. അൽ ഹവാസുൽ ഹംസു എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളാണ്. അപ്പൊ ആ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് ഇദ്റാഖ് എന്ന് പറയും. അദ്റക എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക, മനസ്സിലാക്കുക, പിടികൂടുക എന്നിങ്ങനെ വേറെയും പല അർത്ഥങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഫഹ്മ് എന്ന് പറഞ്ഞാൽ ആ മനസ്സിലാക്കിയ അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയ അറിഞ്ഞ കാര്യത്തിന്റെ കാരണങ്ങളും വിശദാംശങ്ങളും മനസ്സിലാക്കുക എന്നതാണ് ഫഹ്മ്. അപ്പൊ ഒരു തുടക്കമാണ് ഇദ്റാഖ് എന്ന് പറയുന്നത്. ആ അറിഞ്ഞ കാര്യത്തെക്കുറിച്ച് അതിന്റെ കാരണങ്ങളും വിശദാംശങ്ങളും പഠിക്കലാണ്, ഗ്രഹിക്കലാണ് ഫഹ്മ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഇദ്റാഖ്, രണ്ടാമത്തേതാണ് ഫഹ്മ്. ഇപ്പൊ ഉദാഹരണത്തിന് അന്തരീക്ഷം ചൂടുള്ളതാണ് എന്ന് ഒരാൾക്ക് മനസ്സിലായി. അതിന് വെയിലുണ്ടാ മതി, അല്ലെ വേർത്താ മതി, അപ്പൊ ചൂടാണ് എന്ന് മനസ്സിലാവും. അത് ഇദ്റാഖാണ്. ഇനി എന്തുകൊണ്ടാണ് ചൂട്
അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ ചൂടുണ്ടാകുന്നത്, ചൂടുണ്ടാകാനുള്ള കാരണം എന്താണ്, ചൂട് വർദ്ധിക്കാനുള്ള കാരണം എന്താണ്, ചൂടുണ്ടാകുമ്പോൾ വേർക്കുന്നത് എന്തുകൊണ്ടാണ്, ദാഹിക്കാനുള്ള കാരണം എന്താണ്, അപ്പൊ അതിന്റെ കാരണങ്ങളെയും വശങ്ങളെയും കുറിച്ച് പഠിക്കുക. അതാണ് ഫഹ്മ്. അപ്പൊ എന്തായി, ചൂടുണ്ട് എന്ന് മനസ്സിലായാൽ അത് ഇദ്റാക്കാണ്. ഒരാൾക്ക് പനിയുണ്ട്, പനിക്കുന്നു, അതൊരു ഇദ്റാക്കാണ്. എന്തുകൊണ്ട് പനിയുണ്ടായി, അതിന്റെ കാരണം എന്താണ്, അതിന്റെ പ്രതിരോധ മാർഗം എന്താണ് എന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കലാണ് ഫഹ്മ്, ഗ്രഹിക്കുക എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇനിയും ഇവിടെ പറഞ്ഞ ഹിഫ്ള്, ഫഹ്മ്, ഇദ്റാക്ക്, ഫഹ്മ് എന്ന് പറയുമ്പോ പിന്നെ നമസ്കരിക്കണം അല്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കണം, അത് ഇദ്റാക്കാണ്. അതിന്റെ വിശദാംശങ്ങൾ, എന്തുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കണം, അള്ളാഹു അല്ലാത്തവരെ എന്തുകൊണ്ട് ആരാധിച്ചുകൂടാ, അതിന്റെ ഫലങ്ങൾ എന്താണ്, ശിക്ഷ എന്താണ്, അതെന്താണ്, അത് ഫഹ്മാണ്. അതിന്റെ തെളിവുകൾ അതാണ് ഇപ്പൊ ഇതിലെ ഉദാഹരണമായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് മൂന്നും കൂടി ചേർന്ന ഹിഫ്ള്, ഇദ്റാക്ക്, ഫഹ്മ് എന്നിവ പണ്ഡിതന്മാർ മുഖേന ഉണ്ടാവുക, അതിനാണ് പഠനം എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഷെയ്ഖ് ഫൗസാൻ പറയാണ്, പഠനം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം വെറും വായനയും സ്വതന്ത്രമായ പാരായണവും, പാരായണ സ്വതന്ത്ര വായന, ചില ആളുകൾ അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ അതല്ല പഠനം എന്ന് പറയുന്നത്. അപ്പൊ കുറെ കിതാബ് വായിച്ചു, കുറെ കിതാബ് ഓതി, അതല്ല പഠനം. എന്നാൽ പഠനം എന്ന് പറയുന്നത് പണ്ഡിതന്മാരിൽ നിന്ന് ഹിഫ്ളോടുകൂടി, ഫഹ്മോടുകൂടി, പരിപൂർണമായ ഇദ്റാക്കോടുകൂടി മനസ്സിലാക്കുക എന്നതാണ് ശരിയായ പഠനം. വീണ്ടും ആവർത്തിക്കുകയാണ്, എന്നാൽ ഖിറാഅത്ത്, മുത്താല, ഓത്തും വായനയും ഇതുകൊണ്ട് മാത്രം ഉദ്ദേശിക്കപ്പെടുന്ന പഠനം എന്നത് മതിയാവുകയില്ല. അതിൽ ഉപകാരമുണ്ടെങ്കിലും അത് പര്യാപ്തമല്ല. വലാ യക്ഫി അൽ ഇഖ്തിസാറു അലൈഹ, വെറും വായനയിൽ പരിമിതപ്പെടുത്തുക എന്നതും മതിയാവുകയില്ല. അവ പണ്ഡിതന്മാരിൽ നിന്ന് നേരിട്ട് പഠിക്കുമ്പോഴാണ് അത് പരിപൂർണമായ അല്ലെങ്കിൽ ഉപയുക്തമായ ഇൽമായി തീരുന്നത്. അടുത്ത പാരഗ്രാഫ്, ഗ്രന്ഥങ്ങളിൽ മാത്രം ശിഷ്യത്വം സ്വീകരിക്കുക, ഗ്രന്ഥങ്ങളുടെ ശിഷ്യനാവുക, പുസ്തകങ്ങൾ വായന. അപ്പൊ സ്വന്തമായി വായിച്ച് പഠിക്കുക എന്ന് പറയുന്നത് ഇക്കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് പോലെ അത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. അതുമൂലം ഒരുപാട് മഫ്സദത്തുകൾ, ദോഷങ്ങൾ ഉണ്ടായിത്തീരുന്നു. അതുപോലെ തന്നെ വിവരമില്ലാതെ വിവരമുള്ളവനാണ് എന്ന ജഹിലിനേക്കാൾ അപകടകരമായ കാര്യങ്ങളും സംഭവിക്കുന്നു. കാരണം ജാഹിലിന് അറിയാം താൻ ജാഹിലാണ്, വിവരമില്ലാത്തവനാണ് എന്ന് വിവരമില്ലാത്തവന് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ ആ വിവരമില്ലായ്മയുടെ പരിധിയിൽ നിൽക്കും, അതിന്റെ അപ്പുറത്തേക്ക് പോകില്ല. എനിക്ക് വിവരമില്ല, അപ്പൊ ഞാൻ ഇവിടെ നിൽക്കേണ്ടത് എന്നവൻ മനസ്സിലാവും. എന്നാൽ ജഹിലിനേക്കാൾ അപകടകരമാണ് താലും, പണ്ഡിതനായി മനസ്സിലാക്കുക അല്ലെങ്കിൽ അഭിനയിക്കുക എന്ന് പറയുന്നത്. അതിന് കാരണം എന്താ, മുതാലിമായ പണ്ഡിതനാണെന്ന് നടിക്കുന്ന ഒരുത്തൻ, അവൻ ഞാൻ പണ്ഡിതനാണെന്ന് ധരിക്കുകയും മനസ്സിലാക്കുകയും അങ്ങനെ അള്ളാഹു ഹറാമാക്കിയതിനെ അവൻ ഹലാലാക്കുകയും അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിനെക്കുറിച്ച് ശരിയായ ഇൽമില്ലാതെ അള്ളാഹുവിനെക്കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കുക എന്ന് പറയുന്നത് ഖതീറത്തുൻ ജിദ്ദൻ, വളരെ അപകടകരമായ കാര്യമാകുന്നു. അപ്പോ പണ്ഡിതന്മാരിൽ നിന്ന് നേരിട്ട് പഠിക്കുമ്പോഴാണ് യഥാർത്ഥ പഠനമാകുന്നത്. അതല്ലാത്തത് അപര്യാപ്തമാണ്, ചിലപ്പോൾ അത് വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്നാണ് ഷെയ്ഖ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് മാത്രമാണോ ഷെയ്ഖിന്റെ അഭിപ്രായം? ഇത്രേ ഈ ബുക്ക് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇത് മാത്രം കേൾക്കുന്ന ഒരാൾക്ക് അവർ അത്തരം ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് അവർക്ക് തോന്നുകയും ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാനും സാധിക്കുമെന്നതുകൊണ്ട് ഇത് മാത്രമേ ഇൽമാവുകയുള്ളൂ അല്ലെങ്കിൽ ഇത് മാത്രമാണ് ഇൽമു തേടാനുള്ള വഴി എന്ന് സലഫി പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. ഇത് അപകടകരമാവും. എപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ വെറും ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപരമായ ഒരു വിജ്ഞാനവുമില്ലാതെ, എന്നാൽ അങ്ങനെ വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ബേസ് വേണമല്ലോ. ആ ബേസ് ഒന്നുമില്ലാതെ ഒരാൾ സ്വതന്ത്രമായ വായന, അങ്ങനെ വായിക്കുന്നതിൽ മാത്രം പരിമിതപ്പെടുത്തിയാൽ അവനാണ് ഇവിടെ മുതാല ഹുറ എന്ന് പറയുന്നത്, സ്വതന്ത്ര വായന. ആ സ്വതന്ത്ര വായനയിൽ മാത്രം അവലംബിക്കുകയാണെങ്കിൽ ഞാൻ കുറെ വായിച്ച് പഠിച്ചിട്ടുണ്ട്, എനിക്കും കുറെ സംഗതി മനസ്സിലായിട്ടുണ്ട്, ഞാനും ഒരു അലിമാണ് എന്ന് പറഞ്ഞ അവൻ മൗലവിയായി ഫത്ത് കൊടുക്കാൻ നടക്കും. അത് അപകടത്തിലേക്ക് എത്തും. ഇത് ഞാൻ ഇവിടെ പറയാത്ത വാചകങ്ങൾ കൂടി പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ഇത്തരം വാചകങ്ങൾ മാത്രം കൊണ്ടുവന്ന് തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളെക്കുറിച്ച് ഫസാദ് പറഞ്ഞുണ്ടാക്കുക, ആളുകളെ ഇൽമു പഠിക്കുന്നതിൽ നിന്ന് തടയുക എന്നത് ഒരു പ്രചാരവേലയായി സ്വീകരിച്ചിട്ടുണ്ട്.
അപ്പോ ഞങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി പഠിച്ച ആളുകളാണ്. അയാൾ ഇന്നാളത്ത് പഠിച്ചു, മറ്റേ ഷെയ്ഖിന്റെ അടുത്ത് പഠിച്ചു, അവിടെ താലിബാണ്, ഇവിടെ താലിബാണ്, താലിബുൽ ഇൽമാണ്. പണ്ഡിതന്മാരിൽ നിന്ന് നേരിട്ട് ഇൽമു പഠിക്കുന്ന ആളുകളാണ്. എന്നാൽ ഇപ്പുറത്തുള്ള ആളുകൾ ഇവിടെ ഏത് ആലിമിനടുത്താണ് പഠിച്ചത്, ഏത് ആലിമിനത്താണ് കിതാബ് ഓതിയത്, ഇവർക്ക് ഉലമാക്കളുമായി എന്ത് ബന്ധാണുള്ളത് എന്നൊക്കെ ചോദിക്കുകയും അവന്റെ അടുത്ത് പഠിക്കാൻ പാടില്ല, ഇവന്റെ അടുത്ത് പഠിക്കാൻ പാടില്ല, അവരൊന്നും പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ചവരല്ല, അതുകൊണ്ട് ഞങ്ങളെത്തുനിന്ന് മാത്രമേ ഇൽമെടുക്കാൻ പാടുള്ളൂ എന്നത് നമ്മുടെ കേരളത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആ പറയുന്ന ആളുകൾ അപ്പറഞ്ഞതുപോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് അത് അംഗീകരിച്ചു കൊടുക്കാം. എന്നാൽ ഇങ്ങനെ ഞങ്ങൾക്ക് ഉലമാക്കളുമായി ബന്ധമുണ്ടെന്നും ഇവർക്ക് ഉലമാക്കളുമായി ബന്ധമില്ലെന്നും ഇന്ന ആളുകളിൽ നിന്ന് ഇൽമെടുക്കാൻ പാടില്ലെന്നുമൊക്കെ ചൂണ്ടിക്കാണിച്ചും പറഞ്ഞും എഴുതിയും ഒക്കെ സ്വകാര്യമായും ഒക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ, ആ ആളുകൾ മര്യാദക്ക് പണ്ഡിതന്മാരുടെ അടുക്കൽ നിന്ന് ഇൽമെടുക്കുന്നുണ്ടോ? ഇല്ല. അവർക്ക് ക്ലാസ് എടുക്കുന്നതും അവർ ക്ലാസ് എടുപ്പിക്കുന്നതും പണ്ഡിതന്മാരിൽ നിന്ന് ഇൽമെടുത്ത ആളുകളെ കൊണ്ട് മാത്രമാണോ? അല്ല. ആ കൂട്ടത്തിൽ ഒരു ഏതാനും ചില ആളുകൾ ഒരു പക്ഷേ പണ്ഡിതന്മാരുടെ അടുക്കൽ പോയി പഠിച്ച ആളുകൾ ഉണ്ടാകാം. അല്ലാത്ത ബഹുഭൂരിഭാഗം ആളുകളും കേരളത്തിൽ പൊതുവെ സംഘടനക്കാരിലും അല്ലാത്തവരിലുമൊക്കെ കാണപ്പെടുന്നത് പോലെ അങ്ങനെ ആലിമീങ്ങളുടെ അടുക്കൽ പോയി ഇരുന്ന് അവരിൽ നിന്ന് നേരിട്ട് ഇൽമെടുത്തവരല്ല. ഇക്കൂട്ടത്തിലും ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലും ഒരു ശൈഖിനെ പോലും, ഞാൻ മുമ്പും ഇത് പറഞ്ഞിട്ടുണ്ട്, ഒരു ശൈഖിനെ പോലും ജീവിതത്തിൽ ഹയാത്തോടുകൂടി കാണാത്തവർ, കാണുമല്ലേ ഇരുന്നിട്ട് ഇൽമെടുക്കാൻ പറ്റുള്ളൂ, ഒരു ശൈഖിനെ പോലും ജീവിതത്തിൽ കാണാത്തവർ, ഒരു കിതാബും അറബിയിൽ പഠിച്ചിട്ടില്ലാത്തവർ, മുസ്ലിങ്ങളായ അധ്യാപകരിൽ നിന്ന് ഇസ്ലാമികമായ വിജ്ഞാനങ്ങൾ പഠിക്കാത്തവർ, വെറും ഭൌതിക കലാലയങ്ങളിൽ പഠിച്ച് ഭൌതിക വിദ്യാഭ്യാസത്തിൽ സർട്ടിഫിക്കറ്റ് നേടിയ ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ച, ഒരു പാരഗ്രാഫ് പോയിട്ട് ഒരു വാചകം പോലും മര്യാദക്ക് അറബിയിൽ വായിക്കാൻ കഴിയാത്ത ആളുകൾ പോലും ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നു, അവർക്കൊണ്ട് ക്ലാസ് എടുപ്പിക്കുന്നു. വെറും ക്ലാസ് അല്ല, ഖുത്ബ നടത്തുന്നു, പെരുന്നാൾ ഖുത്ബ നടത്തുന്നു. ഒരു വരി പോലും അറബി വായിക്കാൻ അറിയാത്ത ആളുകൾ. അപ്പൊ ആരോപണം മറ്റൊരു കൂട്ടർക്ക് എതിരിൽ ഉന്നയിക്കുകയും സ്വന്തം പോലും അത് നടപ്പാക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഇത് വേറെ ആരെയോ ഇകഴ്ത്താനും, ഞങ്ങളാണ് ഈ പറഞ്ഞതുപോലെ ഇവിടെ പറഞ്ഞ ഷെയ്ഖ് ഉപയോഗിച്ച വാചകമുണ്ടല്ലോ, വതആലുമു അളറു മിനൽ ജഹിൽ. ജാഹിലിന് ജാഹിലാണെന്നറിയാം, ഓനവന്റെ പരിധിയിൽ നിൽക്കും. എന്നാൽ ഞാനാണ് ആലിം എന്ന് വിചാരിക്കുന്നവൻ ഹലാലിനെ ഹറാമാക്കുകയും ഹറാമിനെ ഹലാലാക്കുകയും ചെയ്യും. അത് ഏറ്റവും വലിയ അപകടമാകുന്നു. ഖതീറത്തുൻ ജിദ്ദൻ എന്ന് ഷെയ്ഖ് പറഞ്ഞു. അപ്പൊ യഥാർത്ഥത്തിൽ അപ്പണിയെടുക്കുന്നവർ ഈ ആരോപണം ഉന്നയിക്കുന്നവരാണ്. പേരിന്റെ കൂടെ ഹഫിളഹുല്ല എന്നോ അല്ലെങ്കിൽ പേരൊഴിവാക്കിയിട്ട് അബു ഫുലാൻ എന്നോ ചേർത്താൽ ഇവരൊക്കെ വലിയ അല്ലാമകളായി എന്നാണ് അവർ ധരിക്കുന്നത്, ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തത്. ഇതൊന്നും ഞാൻ വെറുതെ പറയണമല്ല. ഒരു കിതാബ് പോലും, ഒരു വരി പോലും അറബി വായിച്ച് അർത്ഥം പറയാൻ കഴിയാത്ത ആളുകൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഖുത്ബ നടത്തുന്നുണ്ട്. വലിയ ക്ലാസ് എടുക്കുന്ന ആളുകളായി ഇന്ന ഹഫിളഹുല്ല ക്ലാസ് എടുക്കുന്നു, വരണം എന്ന് പറയുന്നു. അതേ തൊള്ളോണ്ട് തന്നെ മറ്റവന്റെ ക്ലാസ്സിന് പോകാൻ പാടില്ല, ഓലൊന്നും ഉലമാക്കളിൽ നിന്ന് ക്ലാസ് പഠിച്ചവരല്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അപ്പോ തങ്ങൾക്ക് വേണ്ടത് മാത്രം ആയുധമാക്കി എടുക്കുകയും മറ്റുള്ളവരെ ഇകഴ്ത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. ഇവിടെ ഞാൻ വേറെ ഷെയ്ഖുമാരിലേക്ക്, ഷെയ്ഖ് ബിൻ ബാസോ അല്ലെങ്കിൽ ഷെയ്ഖ് ഫൗസാനോ ഷെയ്ഖ് അൽബാനിയോ അതുപോലെയുള്ള ഏതെങ്കിലും പണ്ഡിതന്മാരുടെ വാചകങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ആരുടെ വാചകം നമ്മൾ വായിച്ചത്? ഷെയ്ഖ് ഇപ്പോഴത്തെ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലയുടെ വാചകമാണ്. എന്താണ് തഅല്ലും, പഠനം എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കണം? ഏറ്റവും ഫലപ്രദമായ അറിവേതാണ്. ഇനി ഷെയ്ഖ് ഫൗസാന്റെ തന്നെ വേറെയും ഒരുപാട് വാചകങ്ങൾ കാണാൻ പറ്റും. ഒരു ചോദ്യവും ഒരു മറുപടിയും, അതുകൂടെ വായിക്കാം, യൂട്യൂബ് തിരഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ചോദ്യം ഇതാണ് ഷെയ്ഖിനോട്: കൈഫ യത്ലുബുൽ ഇൽമ അത്വാലിബുൽ ലദീ ലാ യൂജദു ഫീ ബിലാദിഹി ഉലമ വലാ യസ്തതിഉ സഫറ ഇലൽ ഉലമാഇ മാദാ യഫ്അൽ? ലാ യൂജദു ഫീ ബിലാദിൻ ഉലമ. പണ്ഡിതന്മാർ കാണപ്പെടാത്ത ഒരു രാജ്യത്തുള്ള ഒരു വിദ്യാർത്ഥി എങ്ങനെയാണ് അറിവ് തേടേണ്ടത്? അല്ലെങ്കിൽ പണ്ഡിതന്മാരുള്ള രാജ്യത്തേക്ക് അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് യാത്ര പോകാനും അയാൾക്ക് സാധിക്കുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യയെ പോലെ കേരളത്തെ പോലെ, വടക്കേന്ത്യനേക്കാൾ കഷ്ടമാണ് നമ്മളെ കേരളം എന്ന് പറയുന്നത്. വടക്കേന്ത്യയെ പോലെ ഉലമാക്കൾ ഇഷ്ടം പോലെ ഉണ്ട്, വിദേശ രാജ്യങ്ങളിൽ പഠിച്ചവരുണ്ട്. ഇവിടെ തന്നെ ഒരുപാട് ഹദീസ് പണ്ഡിതന്മാരും തഫ്സീർ എഴുതിയവരും അറബിൽ ഗ്രന്ഥങ്ങൾ എഴുതിയവരൊക്കെ വടക്കേന്ത്യയെ പോയാലുണ്ട്. അപ്പോൾ ഇവിടെ ചോദ്യം എന്താ? സ്വന്തം നാട്ടിൽ ഉലമാക്കളില്ല, ഒന്ന്. രണ്ടാമത്തത്, ഉലമാക്കൾ അടുക്കലേക്ക് അങ്ങോട്ട് പോകാനും കഴിയാത്ത ഒരാൾ. ഇപ്പൊ നമ്മളെ കേരളത്തെ പോലെ, കേരളത്തിൽ ആരാണ് ആലിം എന്ന് വെച്ചാൽ കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ആലിം എന്ന് പറയാൻ പറ്റിയ ആളുകളില്ല. അപ്പൊ ഈ ആലിമ്യങ്ങൾ അടുക്കലേക്ക് അങ്ങോട്ടൊരു വിസയൊക്കെ എടുത്ത് പോയിട്ട് ഇൽമു പഠിക്കാൻ പറ്റുമോ? ഇല്ല. ആ ആളുകൾ എങ്ങനെ ഇൽമു നേടണം?
ഇവരീ പറയുന്ന വാദപ്രകാരം എന്ത് ചെയ്യണം? അങ്ങനെ ഒരാളുണ്ടാവുമ്പോൾ പഠിച്ചാൽ മതി, അതുവരെ പഠിക്കേണ്ടതില്ല, അല്ലെങ്കിൽ വിസ എടുത്തിട്ട് പോകണം. അതിന് ഉത്തരം ഷെയ്ഖ് പറയാൻ, ഹൽ യന്തളിർ ഇലാ അൻ യസ്സറല്ലാഹു ലഹു ആലിമൻ ഫീ ബലദിഹി ഔ യസ്തതിഉ സഫറ ഇലാ ബലദിൻ ആഖർ. ഷെയ്ഖ് ഇങ്ങോട്ട് ചോദ്യത്തിന് മറുപടി ഒരു ചോദ്യമാണ്. ഇങ്ങനെയുള്ള ഒരാൾ അള്ളാഹു അയാളുടെ നാട്ടിൽ ഒരു പണ്ഡിതനെ എളുപ്പമാക്കി കൊടുക്കുന്നത് വരെയോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് യാത്ര പോകാൻ കഴിയുന്നതുവരെയോ അയാൾ കാത്തിരിക്കേണ്ടതുണ്ടോ? ഒന്നുകിൽ ഇപ്പൊ കേരളത്തില് ഒരു ആലിം ഉണ്ടാകണം, അള്ളാഹു ഒരു ആലിമിനെ ഈ കേരളത്തിൽ നൽകി, എന്നിട്ട് ആ ആലിമത്തിൽ ഇൽമ പഠിച്ചാൽ മതി. അതുവരെ ഇവിടെ ആലിമില്ലാത്തതുകൊണ്ട് പറഞ്ഞാൽ കുത്തിരിക്കുക, ഒരു ഇൽമ പഠിക്കേണ്ട, കാരണം ഇവിടെ ആലിമികളില്ല. അങ്ങനെ കുത്തിരിക്കുക, പിന്നെ വായിച്ചാൽ മാത്രം പോരാ, അത് ഇൽമ പഠിക്കലാവില്ല. അതുകൊണ്ടൊന്നും പഠിക്കണ്ട, ഒരു പണ്ഡിതൻ വരട്ടെ, അതുവരെ പഠിക്കാതെ കാത്തുക്കണോ? അല്ലെങ്കിൽ പണ്ഡിതനുള്ള ഒരു രാജ്യത്തേക്ക് യാത്ര പോകാൻ എന്നാണോ കഴിയുക അതുവരെ വെയിറ്റ് ചെയ്യണോ? അങ്ങനെ പോകാൻ പറ്റുമ്പോ ഒരു രാജ്യത്ത് പോയിട്ട് പണ്ഡിതനടുക്കെ പോയിട്ട് ഇൽമ പഠിക്കുകയാണോ ചെയ്യേണ്ടത്? ലാ ഖല്ല, അല്ല, അങ്ങനെയല്ല. ലാ മാനിയ എന്നാണ് പല വാദം ശരിയല്ല എന്നർത്ഥം. ലാ മാനിയ, ഒരു തടസ്സവുമില്ല. അൻ യസ്തമിഅ ഇലൽ ബറാമിജി ഫിൽ ഇദാഅത്തി അൽ ഇസ്ലാമിയ്യ ബറാമിജിൽ ഖുർആനി വൽ ഇൽമി വദ്ദർസി യസ്തമിഅ വയസ്തഫീദ്. എന്നിട്ട് ഷെയ്ഖ് പറയാൻ, ഇസ്ലാമിക പ്രക്ഷേപണ നിലയങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികൾ ശ്രദ്ധിക്കുകയും വിശുദ്ധ ഖുർആന്റെ പ്രോഗ്രാമുകളും ഇൽമിന്റെ പ്രോഗ്രാമുകളും ദർസിന്റെ പ്രോഗ്രാമുകളുമൊക്കെ കേൾക്കുകയും അതിൽ നിന്ന് ഉപകാരമെടുക്കുകയും ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. അപ്പോൾ ഒരു ആലിമ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആലിമിനടുക്കൽ പോയിരുന്ന് അയാളിൽ നിന്ന് നേരിട്ട് പഠിച്ച് ഇൽമെടുക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും ഉപകാരപ്രദമായ സംഗതിയും പിഴവ് പറ്റാതിരിക്കാൻ നല്ലതും. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തവൻ വെറുതെ കുത്തിരിക്കണോ? അല്ല, അവൻ ഇതാന്ന് പറയുമ്പോൾ റേഡിയോ പ്രക്ഷേപണങ്ങളാ, ഇനി അല്ലാതെ ചാനലുകളിലൂടെ, TV ചാനലുകൾ, അതുപോലെ പ്രോഗ്രാമുകളിലൂടെ, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ടെലഗ്രാം ചാനലോ ഏതെങ്കിലും പ്രക്ഷേപണ സംവിധാനങ്ങളിലൂടെ നടത്തപ്പെടുന്ന ഇസ്ലാമിക ക്ലാസുകളും ഇൽമുകളും ഖുർആൻ പ്രോഗ്രാമുകളും ഒക്കെ കേൾക്കുകയും ഉപകാരമെടുക്കുകയും ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇപ്പൊ ഇവൻ ഏതെങ്കിലും ആലിമിന്റെ മുന്നപ്പി കുത്തിരിക്കുന്നുണ്ടോ? ഇല്ല. ആലിം എവിടുന്നോ എടുക്കണ ക്ലാസ് ഇവൻ കേൾക്കുന്നു. അങ്ങനെ കേട്ടിട്ട് യസ്തമിഉ വയസ്തഫീദ് വയഖറഉ കദാലികൽ കുതുബൽ മൗസൂഖ യഖറഉ വയസ്തഫീദ്. അപ്പൊ അങ്ങനെ കേട്ട് പഠിക്കാം. ഒരു ശൈഖും വേണ്ട, മുബാശിർ ലൈവായിട്ടുള്ള ക്ലാസുകൾ കേൾക്കാം, റെക്കോർഡ് ചെയ്ത് പിന്നെ അയക്കപ്പെടുന്ന ക്ലാസുകൾ കേൾക്കാം, ഓഡിയോ വീഡിയോ കാസറ്റുകളുടെ ക്ലാസുകൾ കേൾക്കാം. എന്നോ എടുത്ത ക്ലാസ് ആയിരിക്കും, ഇതൊക്കെ ഇതിൽപ്പെട്ടു. പിന്നെ അതോടൊപ്പം വിശ്വാസയോഗ്യമായ ഗ്രന്ഥങ്ങൾ വായിക്കുകയും ചെയ്യാം. അപ്പൊ വായിച്ചു പഠിച്ചാൽ പോരാന്ന് അപ്പുറത്ത് വായിച്ചത്. എന്നാൽ ആ സംവിധാനം ഇല്ലാത്തടത്ത് വിശ്വാസയോഗ്യമായ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ, തഫ്സീറുകൾ, ഹദീസുകൾ, ഇസ്ലാമിക വിഷയങ്ങൾ, ചരിത്രങ്ങൾ, വിശ്വസ്തരായ പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ള മൻഹജുള്ള പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളുണ്ടോ അത് വായിക്കുകയും വയസ്തഫീദു, എന്നിട്ട് അതിൽ നിന്ന് ഉപകാരമെടുക്കുകയും ചെയ്യണം. ലാ മാനിഅ മിൻ ദാലിക, അതിന് യാതൊരു തടസ്സവുമില്ല. അപ്പൊ കേട്ട് പഠിക്കുന്നതിനോ വായിച്ചു പഠിക്കുന്നതിനോ യാതൊരു തടസ്സവുമില്ല. ബൽ ഹാദ മത്ലൂബ്, തടസ്സല്ല എന്ന് മാത്രമല്ല, ബൽ ഹാദ, മറിച്ച് ഇതാണ് മത്ലൂബ്, ആവശ്യപ്പെടുന്ന കാര്യം. അപ്പൊ ഒരു പണ്ഡിതനെ നേരിട്ട് കിട്ടുന്നില്ല, പണ്ഡിതത്തിൽ പോകാൻ കഴിയുന്നില്ലെങ്കിൽ പണ്ഡിതന്മാരുടെ പുസ്തകങ്ങൾ വായിച്ചും ക്ലാസുകൾ കേൾക്കുകയും ചെയ്യുക എന്നത് മത്ലൂബാണ്, ലക്ഷ്യമാണ്. മത്ലൂബ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം നടത്തേണ്ട തേടപ്പെടുന്ന കാര്യം, നമ്മോട് ഇസ്ലാം ആവശ്യപ്പെടുന്ന കാര്യം അതാകുന്നു. അപ്പൊ പഠിക്കാതൊക്കെ മിണ്ടാതെ കുത്തിരിക്കുക, ഇവിടെ നാട്ടിൽ ആലിമില്ല അതുകൊണ്ട് പഠിക്കേണ്ടതില്ല എന്നല്ല. അപ്പോ യഖറഉ വയസ്തഫീദ് എന്ന് പറഞ്ഞാൽ വായിച്ചോ കേട്ടോ പഠിക്കണം. പഠിച്ചിട്ട് യസ്തഫീദ്, ഉപകാരം എടുക്കാന്നാൽ അവന്റെ ജീവിതത്തിൽ ഉപകാരമെടുക്കാം. ആ ഉപകാരം എടുക്കുന്നതിന്റെ ഭാഗമാണെന്ന് മറ്റുള്ള ആളുകൾ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നതും. ഇനി വീണ്ടും അദ്ദേഹം പറയുന്നു, ഇന്നഹു യഖറഉ വയസ്തഫീദ് അല്ലാഹു യഖൂൽ, അല്ലാഹു അസ്സ വജല്ല യഖൂൽ വത്തഖുല്ലാഹ മസ്തതഅതും എന്നൊരു ശൈഖ് തെളിവ് പറയാൻ, വീണ്ടും പറയാൻ, വായിക്കുക, പഠിക്കുക, ഉപകാരമെടുക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് സാധ്യമായത്ര അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നാണ്. അപ്പൊ ആലിമീങ്ങളില്ല, ആലിമടുക്കലേക്ക് പോകാനും കഴിയില്ലെങ്കിൽ ആലിമീങ്ങളുടെ പുസ്തകങ്ങളോ ക്ലാസുകളോ ഏത് നിലക്ക് വായിച്ചോ കേട്ടോ പഠിക്കാൻ പറ്റുമോ അങ്ങനെ പഠിക്കണം. കാരണം എന്താണോ സാധ്യമായത് അത് ചെയ്യണമെന്നേ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളൂ. അങ്ങനെ അള്ളാഹിനെ സൂക്ഷിക്കണം. അപ്പൊ പോകാൻ കഴിയില്ല, ഇവിടെ ആലിമില്ല എങ്കിൽ പിന്നെ അവരുടേത് കേൾക്കുക, അവരുടേത് വായിക്കുക. അതാണ് നമ്മുടെ ഇസ്തിതാഅ, നമ്മുടെ കഴിവിൽപ്പെട്ട കാര്യം. വത്തഖുല്ലാഹ മസ്തതഅതും,
നിങ്ങൾക്ക് സാധ്യമായതെന്തോ. അപ്പൊ നമുക്കിപ്പോ അതേ സാധിക്കുന്നുള്ളൂ. എല്ലാവർക്കും വിസർത്ത് പോകാൻ കഴിയില്ല. അപ്പോ വിസർത്ത് പോകാൻ പറ്റില്ല. ഇവിടെ ആലിമില്ലെങ്കിൽ ആലിമീങ്ങൾ മുഅ്തമദായ അവലംബിക്കാവുന്ന പണ്ഡിതന്മാരുടെ ക്ലാസുകൾ കേൾക്കുകയും പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്ത് ഉപകാരമെടുക്കുക എന്നൊരു ശൈഖ് ഇവിടെ ഉണർത്തുകയാണ്. ലാക്കിൻ ലാ യുഫ്തിൻ നാസ്. ഈ ക്ലാസ്സൊക്കെ കേട്ടും വായിച്ചും ഉപകാരമെടുക്കാം. പക്ഷേ അവൻ ജനങ്ങൾക്ക് ഫത്വ കൊടുക്കാൻ പോകരുത്. കാരണം ഫത്വ കൊടുക്കേണ്ടത് ആലിമീങ്ങളാണ്. ഔ യദ്ദഈ, അല്ലെങ്കിൽ അവൻ വാദിക്കരുത് അന്നഹു സ്വാറ ആലിമൻ, ഞാനൊരു പണ്ഡിതനായിരിക്കുന്നു എന്നവൻ വാദിക്കാനും പാടില്ല. ലാ, അത് പറ്റൂല. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു മിനിറ്റ് താഴെയുള്ള വാചകം. ഇത് 59 സെക്കൻഡോ മറ്റാണ്. ഈ ചോദ്യങ്ങൾ യൂട്യൂബിൽ അടിച്ചാൽ നിങ്ങൾക്ക് തന്നെ കേൾക്കാം. അപ്പൊ എന്താ, ഇത് രണ്ടും ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാന്റേതാണ്. എന്നാൽ ഈ നമ്മുടെ നാട്ടിൽ വ്യാപകമായി പ്രചരിപ്പിച്ച് ആളുകളെ ഇപ്പൊ നമ്മുടെ ഒന്നും അടുക്കൽ നിന്ന് ക്ലാസ് കേൾക്കാൻ പാടില്ല എന്ന് വ്യാപകമായി ഉറക്കെ പറയില്ല. പക്ഷെ സ്വകാര്യമായി പലരോടും ചെവിയിൽ നിന്ന് ചുണ്ടിൽ നിന്ന് ചെവിയിലേക്കും പിന്നെ അങ്ങനെ പോവാൻ ഇത് വ്യാപകമായി പ്രചരിപ്പിക്കാൻ ക്ലാസ് കേൾക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ ഇത് പുറത്തു പറയില്ല, എഴുതൂല്ല, ഞങ്ങളങ്ങനൊന്നും പറയില്ല. പിന്നെന്താ, കുത്തിവെക്കുകയാണ്. ആളുകളുടെ ചെവിയിലും മനസ്സിലും കുത്തിവെച്ചിട്ട് പഠിക്കുന്നതിനെ തടയുക, ഇൽമ് തടയുക എന്ന പണിയെടുക്കുന്നത്. അപ്പൊ ഒന്ന് ഈ തടയലും, രണ്ടാമത്തേത് എന്തു പറയുന്നുവോ അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് ഇത്ര ഗൗരവത്തിൽ പറയാന്ന് വെച്ചാൽ വലിയ ഫസാദാണ് മുസ്ലിം സമൂഹത്തിൽ, കേരളത്തിൽ പ്രത്യേകിച്ച് സലഫികൾക്കിടയിൽ ഈ ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഉപകാരമല്ല, മറിച്ച് അണയാത്ത ഉപദ്രവങ്ങൾ. ഇനി 3 മസ്അല പറഞ്ഞിട്ട് ഇനി ആ 3 മസ്അലകൾ എന്താണ് അതിന് ശൈഖ് വിശദീകരിക്കുന്നത്. ഒന്ന്, അന്നല്ലാഹ ഖലഖനാ വറസഖനാ വലം യത്റുക്നാ ഹമലൻ. ഇത് മത്നാണ്, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ വാചകം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിക്കുകയും നമുക്ക് വേണ്ട വിഭവങ്ങളൊക്കെ തയ്യാറാക്കി തരികയും ചെയ്തു എന്ന് മാത്രമല്ല, ഇതൊക്കെ തന്നിട്ട് സൃഷ്ടിച്ച് വേണ്ട തിന്നാനുള്ളതൊക്കെ തന്ന് അല്ലെങ്കിൽ ജീവിക്കാൻ ആവശ്യ വിഭവം തന്നിട്ട് വെറുതെ അശ്രദ്ധമായി ഈ ദുനിയാവിലേക്ക് വിട്ടതല്ല എന്ന് ഒരു സത്യവിശ്വാസി മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു, നമുക്ക് റിസ്ക് തന്നു. വലം യത്റുക്നാ ഹമലൻ, വെറുതെ അലക്ഷ്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചു വിട്ടിട്ടില്ല. അപ്പൊ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം മനസ്സിലാക്കി അതിലേക്ക് നമ്മൾ എത്തിച്ചേരണം എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതിനോടെ ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ വിശദീകരണമായി സൂറത്തുൽ ഇൻസാനിലെ 1-ാമത്തെ ആയത്ത് നമ്മൾ പലപ്പോഴും കേട്ടതാണ്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ. മനുഷ്യന് കാലത്തിൽ നിന്ന് ഒരു സമയം വന്നുപോയിട്ടില്ലയോ. ലം യകുൻ ശൈഅൻ മദ്കൂറാ, ആ ജനിക്കുന്നതിന് മുമ്പ് മനുഷ്യന് കഴിഞ്ഞുപോയ ഒരു കാലം. ഏതാണ് ആ കാലം? അവൻ പറയപ്പെടാവുന്ന ഒരു വസ്തുവായിരുന്നിട്ടില്ലാത്ത, ഭൂമിയിലേക്ക് ജനിച്ചു വീണതിന് മുമ്പ് പറയാൻ പറ്റുന്ന ഒരു വസ്തുവായിരുന്നില്ല. നമ്മൾ ജനിച്ച് ഭൂമിയിലെത്തി പേരിട്ട് നമ്മളെ പേര് വിളിക്കാൻ തുടങ്ങി, നമ്മളൊരാളായി തീർന്നു. ഇതിന്റെ മുമ്പ്, ജനിക്കുന്നതിന്റെ മുമ്പ് നമ്മളെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എന്താണ് പ്രസ്താവിക്കാവുന്ന ഒരു വസ്തുവായിരുന്നോ? എന്താണ്? സ്ത്രീയുടെ അണ്ഡവും പുരുഷന്റെ ബീജകണങ്ങളിൽ വളരെ ചെറിയ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ കഴിയാത്ത വളരെ 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 ചെറിയ ഒരു വസ്തു. ഇതാണ് മനുഷ്യന്റെ ആദ്യത്തെ അവസ്ഥ. അതിന്റെ മുമ്പോ ഈ ഭൂമിയിലുള്ള ചെടികളും പച്ചക്കറികളും പഴങ്ങളും അതുപോലെ ആഹാരപദാർത്ഥങ്ങൾ, അതിനൊക്കെയാണല്ലോ ഈ അണ്ടവും ബീജവും ഒക്കെ ഉണ്ടാകുന്നത്. അതിൽ നിന്ന് മനുഷ്യൻ തിന്നിട്ട് അപ്പൊ പറയപ്പെടാവുന്ന ഒരവസ്ഥയിലായിരുന്നില്ല. അതിൽ നിന്ന് മാറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണ്? അതൊരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയാണ്. സൂറത്ത് മറിയം 9-ാമത്തെ ആയത്ത് ഖാല കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിൻ വഖദ് ഖലഖ്തുക മിൻ ഖബ്ലു വലം തകു ശൈഅ. സൂറത്ത് മറിയമിലെ ആദ്യ ഭാഗത്ത് സക്കരിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്താനം ഉണ്ടാകുന്നതും ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോണ്ടായ പ്രതികരണവും അതൊക്കെ കഴിഞ്ഞിട്ട് അള്ളാഹു പറയാൻ. അള്ളാഹു പറഞ്ഞു അപ്രകാരം, ഇതാ നിന്റെ റബ്ബ് പറയുന്നു, ഹുവ അലയ്യ ഹയ്യിൻ, സന്താനം വയസ്സനായി ഭാര്യ വന്ധ്യയായ പ്രസവിക്കാത്ത ഒരു പെണ്ണ്, അത് കുട്ടി തരാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് നൽകുക എന്ന് പറയുന്നത് അള്ളാഹുവിന് വളരെ നിസ്സാരമായ കാര്യമാണ്. ഇതിനു മുമ്പ് നിന്നെ നാം സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഒന്നുമല്ലാതിരുന്ന നിന്നെ നാം സൃഷ്ടിച്ചു എങ്കിൽ ഈ ഒരവസ്ഥയിൽ നിനക്കൊരു കുട്ടിയെ തരാനും നമുക്ക് സാധിക്കും. വലം തക്കു ശൈഅൻ, നീ ഒന്നുമായിരുന്നില്ല. ഇവിടെ പറഞ്ഞ മോള് പറഞ്ഞ ലം യകുൻ ശൈഅൻ മദ്കൂറ, ഇവിടെ പറഞ്ഞ എന്താ? വലം തക്കുൻ ശൈഅൻ, നീ നേരത്തെ ഒരു വസ്തുവുമായിരുന്നില്ല, ഒന്നും തന്നെയായിരുന്നില്ല. അങ്ങനെയുള്ള ഒരവസ്ഥ നിനക്ക് മുമ്പ് കഴിഞ്ഞുപോയി. അതിൽ നിന്ന് പിന്നെ നിന്നെ നാം സൃഷ്ടിച്ചു. ഈ നിന്നെ സൃഷ്ടിച്ച അള്ളാഹുവിന് നിനക്കൊരു സന്താനത്തെ തരാൻ വല്ല പ്രശ്നമുണ്ടോ? സൂറത്ത് തൂർ, അം ഖുലിഖു മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, ഒന്നുമല്ലാത്തതിൽ നിന്ന് അവർ സൃഷ്ടിക്കപ്പെട്ടവരാണോ അതല്ല അവർ സൃഷ്ടാക്കളാണോ? അതായത് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആളുകൾ
അവരെ ആരാധിക്കുന്ന നിങ്ങളെപ്പോലെ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഈ ആരാധ്യന്മാരെയും അവർ സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന് വെച്ചാൽ അള്ളാഹു സൃഷ്ടിച്ചതാണോ? അതല്ല അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ആളുകൾ അവർ നേരത്തെ സൃഷ്ടാക്കളാണോ? അല്ല, സൃഷ്ടാക്കളല്ല. നിങ്ങളെപ്പോലെ അവരും സൃഷ്ടികളായിരുന്നു, നേരത്തെ ഒന്നുമായിരുന്നില്ല. അപ്പൊ ഇതുപോലുള്ള ആയത്തുകൾ വേറെയും കാണാം. ഇവിടെ 3 ആയത്തുകളിലൂടെ അള്ളാഹു ആ കാര്യം മനുഷ്യനെ ഉണർത്തിയിട്ടുണ്ട്. ഇല്ലായ്മയിൽ നിന്ന്, ഒന്നുമല്ലാത്തതിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചവനാകുന്നു അള്ളാഹു. പിന്നെയോ മനുഷ്യർക്ക് അവർക്കാവശ്യമായ, ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം, പാനീയം, വസ്ത്രങ്ങൾ, താമസസ്ഥലങ്ങൾ, വാഹനങ്ങൾ, മറ്റ് സൗകര്യങ്ങൾ, മനുഷ്യൻ ആവശ്യമായ വസ്തുക്കൾ ഭൂമിയിലും ആകാശത്തിലും ഇതൊക്കെ മനുഷ്യൻ അള്ളാഹു നൽകുകയും കീഴ്പ്പെടുത്തി കൊടുക്കുകയും അവന്റെ ജീവിതകാലത്ത്, നിർണയിക്കപ്പെട്ട ജീവിതകാലം വരെ അവനാവശ്യമായ കാര്യങ്ങൾ അള്ളാഹു ഏർപ്പാടാക്കി കൊടുക്കുകയും ചെയ്തു. വമിൻ അജ്ലി അൻ നസ്തഈന ബിദാലിക അലാ മാ ഖുലിഖ്നാ ലിഅജ്ലിഹി, നാം എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടുവോ അതിനു വേണ്ടി നാം സഹായം തേടുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി. വഹുവ ഇബാദത്തുള്ള, അത് അള്ളാഹുവിനെ ആരാധിക്കലാണ്. അപ്പൊ എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചത്? വെറുതെ ഉണ്ടാക്കിയതല്ല, വെറുതെ തന്നതുമല്ല, അത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ആ ആരാധിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി വെറുതെ ഭൂമിയിൽ നിലനിൽക്കുവോ? ഇല്ല. വായു വേണം, വെള്ളം വേണം, ഭക്ഷണം വേണം, പാർപ്പിടം വേണം, മറ്റ് സൗകര്യങ്ങളൊക്കെ വേണം. ഇതില്ലെങ്കിൽ മനുഷ്യൻ മരിച്ചു. സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ്, വെറുതെയല്ല അള്ളാഹു സൃഷ്ടിച്ചത്. ആ ലക്ഷ്യം അള്ളാഹു നിശ്ചയിച്ച അവധി വരെ ഭൂമിയിൽ മനുഷ്യൻ നിറവേറ്റി ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ കൂടി അള്ളാഹു തന്നു. അപ്പൊ സൃഷ്ടിച്ചതും വിഭവങ്ങൾ തന്നതും ഈ സൃഷ്ടിച്ചവനായ അള്ളാഹുവിനെ ആരാധിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അതല്ലാതെ ഒരു ലക്ഷ്യവുമില്ലാതെ അലക്ഷ്യമായി അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. സൂറത്തുൽ മുഅ്മിനൂൻ 115-ാമത്തെ ആയത്ത്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. മനുഷ്യൻ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ നാം സൃഷ്ടിച്ചത് അബസൻ, കളിയായിട്ടാണ്, വെറുതെ സൃഷ്ടിച്ചതാണ്. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ നമ്മുടെ അടുക്കലേക്ക് മടക്കപ്പെടുകയില്ല എന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതായത് അള്ളാഹുവിനെ മറന്നു ജീവിക്കുന്ന, അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കാത്ത, എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്ന ലക്ഷ്യം മനസ്സിലാക്കാത്ത ആളുകളോടുള്ള അള്ളാന്റെ ചോദ്യമാണ്, നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ കന്നുകാലികളെ പോലെ, നാക്കാലികളെ പോലെ, ഇവിടുത്തെ മൂരിപൂത്ത് പശുക്കളെ പോലെ തിന്നുക, കുടിക്കുക, പ്രത്യുൽപാദനം നടത്തുക, വിസർജിക്കുക, ഉറങ്ങുക, അങ്ങനെ ചത്തുപോവുക, വേറെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും അവർക്കില്ല. ഇതുപോലെ വെറുതെ കന്നുകാലികളെ പോലെ നിങ്ങളെ പടച്ചുവിട്ടതാണെന്നാണോ മനുഷ്യ നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെ വിചാരിക്കേണ്ട. നിങ്ങളെ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ വേറെ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താ? നേരത്തെ പറഞ്ഞ അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ്. വെറുതെ അങ്ങനെ ജീവിച്ച് മരിച്ചുപോയി വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, അള്ളാഹുവിന്റെ അടുക്കിലേക്ക് മടക്കപ്പെടുകയില്ല, ദുനിയാവോടുകൂടി ജീവിതം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ജീവിതത്തെ സംബന്ധിച്ചൊരു വിചാരണയോ രക്ഷയോ ശിക്ഷയോ അങ്ങനെ ഒരു പരലോകമോ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കേണ്ടതില്ല. നിങ്ങളെ കണ്ട അങ്ങനെ തോന്നുക. അതാണ് നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. അയഹ്സബുൽ ഇൻസാൻ അൻ യുത്രക സുദാ, സൂറത്തുൽ ഖിയാമ. സുദാ എന്ന് പറഞ്ഞാൽ അവിടെ വെറുതെ, എന്നാൽ വെറുതെ ഒരു കാര്യമില്ലാതെ, ഒരു ഫലവുമില്ലാതെ, ഒരു ലക്ഷ്യമില്ലാതെ, ഒരു കാരണവുമില്ലാതെ വെറുതെ വിട്ടേക്കപ്പെടും, ഉപേക്ഷിക്കപ്പെടും മനുഷ്യൻ എന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ? ജീവിച്ചു മരിച്ചു, ഒന്നുമില്ല, അങ്ങനെ വെറുതെ അങ്ങ് വിട്ടേക്കപ്പെടും എന്ന് വിചാരിക്കുന്നുണ്ടോ? അലം യകുൻ നുത്ഫതൻ മിൻ മനിയ്യിൻ യുംന, സ്രവിക്കപ്പെടുന്ന, പുറത്തേക്ക് സ്രവിക്കപ്പെടുന്ന ശുക്ലത്തിൽ നിന്ന്, ശുക്ല കണത്തിൽ നിന്ന് കണമായിരുന്നില്ലേ അവൻ? അപ്പോ ഒരു പുരുഷന്റെ ലിംഗത്തിൽ നിന്ന് പുറത്തേക്ക് സ്രവിക്കപ്പെടുന്ന ബീജം, ആ ബീജങ്ങളിൽ നിന്ന് നുത്ഫ, ഒരു കണം, അതാണ് ഒരു പുരുഷ ലിംഗത്തിലൂടെ പുറത്തേക്ക് സ്രവിക്കപ്പെടുന്ന ആ ശുക്ലത്തിൽ കോടിക്കണക്കിന് ബീജാണുക്കൾ ഉള്ളതാണ്. അതിലൊന്ന് മാത്രമായിരുന്നു നീ, എല്ലാം കൂടിയല്ല കുട്ടിയാകുന്നത്. അതിൽ ഏറ്റവും കരുത്തിട്ടത് എന്തോ അതാണ് മാതാവിന്റെ ഗർഭാശയിൽ എത്തിച്ചേരുകയും അണ്ടവുമായി സംയോജിക്കുകയും ചെയ്യുന്നത്. അതാണ് മനുഷ്യനായി മാറുന്നത്. നുത്ഫതൻ മിൻ മനിയ്യിൻ യുംന, സ്രവിക്കപ്പെടുന്ന മനിയിൽ നിന്നുള്ള ഒരു നുത്ഫ, ഒരു കണം മാത്രമായിരുന്നല്ലോ മനുഷ്യൻ. സുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവ്വ, ഈ ബീജത്തിൽ നിന്നുള്ള ഒരു കണമായിരുന്നു. അതിനെ പിന്നെ അള്ളാഹു എന്താക്കി മാറ്റി? ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ചു കിടക്കുന്ന അലക്ക, അലക്ക എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിച്ചു കിടക്കുന്ന, തൂങ്ങിക്കിടക്കുന്ന അട്ട പോലെ പറ്റിപ്പിടിച്ചത്. അട്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അട്ട പറ്റിപ്പിടിക്കുക, അങ്ങനെയായിരുന്നു ആക്കി. ഫഖലഖ ഫസവ്വ, എന്നിട്ട് അവനെ സൃഷ്ടിക്കുകയും സമപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയല്ലേ മനുഷ്യനെ അള്ളാഹു ഉണ്ടാക്കിയത്? സൂറത്ത് സ്വാദ്, വമാ ഖലഖന സമാഅ വൽ അർള വമാ ബൈനഹുമാ ബാത്തില, മനുഷ്യനെ എന്ന് മാത്രമല്ല മനുഷ്യർക്ക് വേണ്ടിയാണ് ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിക്കുകയും കീഴ്പ്പെടുത്തി തരികയും ചെയ്തത്. ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയാകുന്നു എന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അള്ളാഹ് പറയാൻ, നിങ്ങളെ സൃഷ്ടിച്ചെന്ന് മാത്രമല്ല, നിങ്ങളെ വെറുതെ ഉണ്ടാക്കിയതല്ല. പിന്നെ ആകാശഭൂമിയോ അതും വെറുതെ ഉണ്ടാക്കിയതല്ല, ആകാശഭൂമികൾക്കിടയിലുള്ളതോ അതും വെറുതെ ഉണ്ടാക്കിയതല്ല. ആകാശങ്ങളെയും ആകാശത്തെയും ഭൂമിയെയും ആകാശഭൂമികൾക്കിടയിലുള്ളതിനെയും
നാം ബാത്തിലൻ വെറുതെ ബാത്തിലായി നിരർത്ഥകരമായി സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ മനുഷ്യനെയും വെറുതെ ഉണ്ടാക്കിയതല്ല, മനുഷ്യർക്ക് വേണ്ടി ഈ ആകാശഭൂമികളെയും അവയിലുള്ളവയെയും വെറുതെ ഉണ്ടാക്കിയതല്ല. ذَلِكَ ظَنُّ الَّذِينَ كَفَرُوا ഇതൊന്നും ഒരു ലക്ഷ്യമില്ല, വെറുതെയാണ്, ബാത്തിലാണ്, ഹക്കല്ല എന്ന് വിചാരിക്കുന്നത് കാഫറായ അവിശ്വാസികളായ ആളുകളുടെ ഊഹം മാത്രമാകുന്നു. فَوَيْلٌ لِلَّذِينَ كَفَرُوا مِنَ النَّارِ അങ്ങനെ ധരിക്കുന്ന കാഫിര്യങ്ങളായ ആളുകൾക്ക് നരകത്തിൽ നിന്നുള്ള നാശം തീർച്ചയായും. അപ്പൊ പറഞ്ഞതിനർത്ഥം മനുഷ്യനെ സൃഷ്ടിക്കുകയും അവന് വേണ്ട എല്ലാ കാര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തതിന്റെ പിന്നിൽ മഹത്തായ അള്ളാഹുവിന്റെ ഒരു ഹിക്മത്തും അതുപോലെ തന്നെ ഒരു ലക്ഷ്യവുമുണ്ട്. അത് അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ്. കന്നുകാലികളെ പോലെ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു വിട്ടിട്ടില്ല. ഇവിടെ ജീവിക്കുക, ചത്തുപോവുക എന്നത് മാത്രമല്ല, മറിച്ച് മനുഷ്യന് തക്ലീഫുണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്, കൽപ്പനകളുമുണ്ട്, വിലക്കുകളുമുണ്ട്. അത് പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കണം. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിനെ മനുഷ്യർ ജിന്നുകളും ആരാധിക്കുന്നതിന് വേണ്ടിയാകുന്നു. അതിനല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി മാത്രമാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത മറ്റാരെയും ആരാധിക്കാനല്ല. അപ്പൊ മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം തിന്നുകുടിച്ച് നശിച്ച് ചത്തുപോവുക എന്നതല്ല, മറിച്ച് ഭൂമിയിലുള്ള വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ജീവിച്ച് അള്ളാഹു സൃഷ്ടിച്ചു എന്നതിന്റെ ലക്ഷ്യമായ ഇബാദത്ത്, അവന് മാത്രം ഇബാദത്തെടുത്ത് ജീവിക്കുക എന്നതാണ്. മനുഷ്യരിൽ നിന്ന് ഒരു വിഭവവും നാം അവരിൽ നിന്ന് ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നില്ല. അവരെ തീറ്റിപ്പിക്കണം എന്നും അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് അള്ളാഹു ആകുന്നു വിഭവങ്ങൾ നൽകുന്നവനും ശക്തിയുള്ളവനും ബലവാനും അവനത്രേ. സൂറത്തു ദാരിയാത്ത് 56-58 ആയത്തുകൾ. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതിക ജീവിതം നമുക്ക് നൽകി. അത് ഇവിടെ മേഞ്ഞു നടക്കാനും അലഞ്ഞു നടക്കാനും ആഹ്ലാദിക്കാനും തിന്നാനും കുടിക്കാനും വിശാലമായി ജീവിക്കാനും വേണ്ടി മാത്രമല്ല, ഇത് പരലോകത്തേക്കുള്ള കൃഷിസ്ഥലമാണ്, പരലോകത്തേക്കുള്ള സൂക്ക്, ചന്തയാണ്. ഈ ചന്തയിൽ വെച്ച് പരലോകത്ത് ഉപകാരപ്പെടുന്ന വിഭവങ്ങൾ ഇവിടെ നിന്ന് യാത്ര, ഭക്ഷണം, പാഥേയങ്ങൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നേടിയെടുക്കണം. അപ്പൊ പോകേണ്ട സ്ഥലം പരലോകമാണ്. അവിടേക്ക് പുറപ്പെടുന്നതിന് മുമ്പുള്ള സ്ഥലമാണ് ദുനിയാവ്. ഈ ദുനിയാവിൽ വെച്ച് അങ്ങോട്ട് പോയാൽ ഉപകാരപ്പെടുന്ന വിഭവങ്ങളൊക്കെ അവിടെ നിന്ന് നേടണം. അതെന്താ? അമൽ സാലിഹ് ചെയ്യുക, അങ്ങനെ മരിച്ചു പോവുക, എന്നിട്ട് ഈ ദുനിയാവിൽ നമുക്ക് ലക്ഷ്യസ്ഥാനമായ പരലോകത്തേക്ക് എത്തുക. അവിടെ അള്ളാഹു നമ്മെ പുനരുജ്ജീവിപ്പിക്കുകയും വിചാരണ ചെയ്യുകയും നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യും. ഇതായിരിക്കണം മനുഷ്യരുടെയും ജിന്നുകളുടെയും അള്ളാഹു അവരെ സൃഷ്ടിച്ചതുകൊണ്ടുള്ള ലക്ഷ്യമായി മനസ്സിലാക്കേണ്ടത്. ഇത് സംബന്ധിച്ച ഒരുപാട് ആയത്തുകൾ ഖുർആനിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. വെറുതെ സൃഷ്ടിച്ചതല്ല, മറിച്ച് മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കലുണ്ട്, വിചാരണയുണ്ട്, രക്ഷാശിക്ഷകളുണ്ട് എന്നത്. ഇത് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാലും ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ആയത്തോതാ തന്നെ കിട്ടും. എന്താ? ബുദ്ധിപരമായി വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് മനസ്സിലാക്കാനുള്ള തെളിവ് ലാ യലീഖു ബിഹിക്മത്തില്ലാഹി വസുബ്ഹാനഹു വതആല അൻ യഖ്ലുഖ ഹാദൽ ഖൽഖൽ അജീബ്. സാധാ സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമായ അത്ഭുത സൃഷ്ടിയായ മനുഷ്യനെ മറ്റ് സൃഷ്ടികളെപ്പോലെ വെറുതെ ഈ അത്ഭുത സൃഷ്ടിയാക്കി മനുഷ്യനെ സൃഷ്ടിക്കുക എന്നത് അള്ളാഹുവിന്റെ യുക്തിക്ക് യോജിച്ചതല്ല. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തെ മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുക്കുകയും, കാരണം ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ളത് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതെന്താ അങ്ങനെ പറഞ്ഞത്? അതിൽ നിന്ന് മനസ്സിലാക്കാം മറ്റു സൃഷ്ടികളെ പോലെയല്ല മനുഷ്യൻ. അതുകൊണ്ടാണ് മനുഷ്യർക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുകയും തിന്ന് ചത്തുപോവുക, ജീവിതത്തിനൊരു ഫലവുമില്ലാതെ അങ്ങനെ വിട്ടേക്കാനും അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ അതൊരു വൃഥാവിലുള്ള ഒരു സൃഷ്ടിപ്പും ഒരു ജീവിതവുമാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിന്റെ ഫലങ്ങൾ അവൻ ചെയ്യുന്ന ദുനിയാവിലെ അമലുകളിലൂടെ നാളെ പരലോകത്ത് പ്രകടമാകേണ്ടതുണ്ട്. അപ്പൊ അതിനുവേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. എന്നാൽ മനുഷ്യരിൽ ചില ആളുകൾ ഉണ്ടാകാം, അവന്റെ ആയുഷ്കാലം മുഴുവൻ അള്ളാഹുവിനെ അനുസരിച്ചും അവന് ഇബാദത്തെടുത്തും ജീവിക്കും അവർ. എന്നാൽ അതോടൊപ്പം അവർ ഫി ഫക്രിൻ വഫി ഹാജ, ജീവിതം അള്ളാഹുവിനെ ഇബാദത്തെടുക്കാനും അവനെ അനുസരിക്കാനും വേണ്ടി ചെലവഴിക്കുന്ന ആളുകൾ. അതോടൊപ്പം അവർ ദാരിദ്ര്യത്തിലാണ്, ആവശ്യത്തിലാണ്, വേണ്ട സാധനങ്ങളൊന്നുമില്ല, ദാരിദ്ര്യമുണ്ട്, ഐശ്വര്യമല്ല. പക്ഷെ അവരെ പണി എന്താ? അള്ളാഹിനെ അനുസരിക്കുക, ആരാധിക്കുക എന്നാൽ. എന്നാൽ വേറെ ചില ആളുകൾ, അക്കൂട്ടത്തിൽ തന്നെ ചില മനുഷ്യന്മാർ ഭൂമിയിൽ മർദ്ദിക്കപ്പെടുന്നവരുണ്ട്, അവരുടെ സമ്മർദ്ദം ചെലുത്തപ്പെടുന്നവരുണ്ട്, ഇടുങ്ങിയ അവസ്ഥയിൽ അകപ്പെടുന്നവരുണ്ട്,
തങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രതിഫലവും ഈ ദുനിയാവിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന ലഹത്ത്, സമ്മർദ്ദവും ഇടുക്കവും അക്രമവും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നു. ദാരിദ്ര്യമുണ്ടാകുന്നില്ല, ധന്യതയുണ്ടാകുന്നില്ല. പക്ഷേ അവർ ചെയ്യുന്ന പണിയൊക്കെ നല്ല നല്ല സൽക്കർമ്മങ്ങൾ മാത്രമാണ്. ഇങ്ങനെ അവരുടെ ദുനിയാവ് ഇവിടെ തീർന്നു പോകുന്നു. അപ്പൊ ഇതൊരു നീതിയാണോ? ഈ ഇബാദത്ത് എടുക്കുന്ന ആളുകൾക്ക് ദുനിയാവിൽ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാതെ അവർ മരിച്ചുവാണെങ്കിൽ ഇവർ പിന്നെന്തിനാ അത് പ്രവർത്തിച്ചത്? ഇതിന്റെ വിപരീതമായി വേറെ ചില ആളുകൾ മനുഷ്യന്മാരിലുണ്ട്. അവർ കാഫറുകളാണ്. ആ കാഫറുകളോ നിരീശ്വരവാദികളോ പെരുന്തമ്മാടികളോ ഭൂമിയിലൂടെ അലഞ്ഞു നടന്ന് മേഞ്ഞു നടക്കുന്ന ആളുകളോ ആണ്. അള്ളാഹുവിനെ അനുസരിക്കുകയോ ഇബാദത്ത് എടുക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ അവർക്ക് നല്ല സുഖസൗകര്യങ്ങൾ ലഭിക്കുന്നു. അവർ ഇച്ഛിച്ചതൊക്കെ അവർക്ക് ദുനിയാവിൽ നൽകപ്പെടുന്നു. അവർ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നു. ആളുകളെ ആക്രമിക്കുകയും അവരുടെ മേൽ അതിക്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ജനങ്ങളുടെ ധനം തിന്നുന്നു, അന്യായമായി കൊല നടത്തുന്നു, ആധിപത്യം സ്ഥാപിക്കുകയും അഹങ്കാരം പ്രകടിപ്പിക്കുകയും അങ്ങനെ അതേ സ്ഥിതിയിൽ ദുനിയാവിൽ ചത്തുപോവുകയും ചെയ്യുന്നു. പക്ഷെ ദുനിയാവിൽ ഒരു ശിക്ഷയും ഇവർക്കുണ്ടാകുന്നില്ല. ഇതും അള്ളാഹുവിന്റെ നീതിയുമായി യോജിച്ചതാണോ? അപ്പോ ഒന്ന് ആദ്യം പറഞ്ഞ നല്ല വിശ്വാസികളായ ആളുകൾ ദുനിയാവിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് മാത്രമല്ല, മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഇരയാകുന്നു. ദുനിയാവിൽ അതൊന്നും കിട്ടുന്നില്ല. രണ്ടാമത്തെ കൂട്ടരോ കാഫറുകളും നിരീശ്വരവാദികളും കാരികളും അഹങ്കാരികളും അന്യായം പ്രവർത്തിക്കുന്നവരും കട്ടുന്നവരും എന്നാൽ സുഖലോലുപന്മാരായി ജീവിക്കുന്നവരും ഒരു വിപത്തുകളും ദുനിയാവിൽ ഏൽക്കാത്തവരും. ഇങ്ങനെ രണ്ടു കൂട്ടരെ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിക്കുക. ഈ ആളുകൾക്ക് അതിന്റെ പ്രതിഫലമോ രണ്ടാമത് പറഞ്ഞ അക്രമികളായ കാഫറുകളായ ആളുകൾക്ക് ദുനിയാവിലും അമ്പാടും കിട്ടുകയും അവർ ദുനിയാവിൽ ചെയ്ത തിന്മകൾക്ക് ഒരു ശിക്ഷയും ലഭിക്കാതെ പോവുകയും ചെയ്യുക എന്നൊരവസ്ഥ ഭൂമിയിൽ ഉണ്ടാകുമെങ്കിൽ അത് ഈ രണ്ടു കൂട്ടരെയും അവർ ജീവിക്കുന്ന ദുനിയാവിനെയും സൃഷ്ടിച്ച അള്ളാഹുവിന്റെ നീതിക്ക് യോജിച്ച പ്രവർത്തനമാണോ? അല്ല. അപ്പൊ അങ്ങനെ ഒരിക്കലും അള്ളാഹു ചെയ്യുകയില്ല. അതുകൊണ്ടാണ് ബുദ്ധിപരമായി തന്നെ ആലോചിച്ചാൽ ഈ ദുനിയാവിന്റെ ഫലമനുഭവിക്കുന്ന ഒരു മറുവശം വേണം എന്നത് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് തന്നെ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. വഹിക്കുമത്തുഹു അയ്യത്രുക ഹാദൽ മുത്തിഅ ബിദൂനി ജസാ വഅയ്യത്രുക ഹാദൽ കാഫിറ ബിദൂനി മുജാസാത്ത്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനെ പ്രതിഫലം നൽകാതെ വിട്ടേച്ചു കളയുകയും ഈ കാഫിറിന് അവൻ അനുഭവിക്കേണ്ടുന്ന പ്രതിഫലം, അതായത് ശിക്ഷ നൽകാതെ അവനെയും വിട്ടേക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നീതിക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഭവനം, മറ്റൊരു ഭവനം അള്ളാഹു നിശ്ചയിച്ചു. ഈ ദുനിയാവല്ലാത്ത വേറൊരു ഭവനം. അതെന്താ? നന്മ ചെയ്യുന്നവന് നന്മക്കനുസരിച്ച് പ്രതിഫലവും തിന്മ ചെയ്യുന്നവന് തിന്മക്കനുസരിച്ച ഫലങ്ങളും അവൻ അനുഭവിക്കുകയും വെളിപ്പെടുകയും ചെയ്യുന്ന വേറൊരു ഭവനം ആവശ്യമാണ് എന്ന് അള്ളാഹു തീരുമാനിച്ചു. അതാണ് അള്ളാഹുവിന്റെ യുക്തി. അതിനാകുന്നു, ഇതിനാണ് ദുനിയാവ്, അതിനാണ് പരലോകം. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. അതുകൊണ്ട് തന്നെ നിരീശ്വരവാദികളും കാലത്തിന്റെ വാദികളെങ്കിൽ പ്രകൃതിവാദികളും ധരിക്കുന്നത് പോലെ മനുഷ്യനെ വെറുതെ അള്ളാഹു ദുനിയാവിൽ വിട്ടേച്ചിട്ടില്ല. ഈ പ്രകൃതിവാദികൾ എന്ന് പറയാൻ കാരണം ഖുർആനിൽ തന്നെ ആയത്തുണ്ട്. ആ ആളുകൾ പറയും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ഒരു ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമല്ല. ഇവിടെ നമ്മൾ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നു, അങ്ങനെ ചത്തുപോകുന്നു, കാലമല്ലാതെ നമ്മെ നശിപ്പിക്കുന്നില്ല. വമാ ലഹും ബിദാലിക മിൻ ഇൽമിൻ. അതിന് അള്ളാന്റെ മറുപടി എന്താ? അവർക്ക് വിജ്ഞാനത്തിൽ നിന്ന് ഒരു വിജ്ഞാനവും അവർക്കില്ല. ഇൻഹും ഇല്ലാ യളുന്നൂൻ. അവർ ഊഹിക്കുന്നവരല്ലാതെ മറ്റാരുമല്ല. സൂറത്തുൽ ജാഥിയ 24-ാമത്തെ ആയത്ത്. ഇത് അള്ളാഹുവിലും മരണശേഷമുള്ള ജീവിതത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും വിശ്വസിക്കാത്ത നിരീശ്വരവാദികളായ ആളുകളുടെ വാക്ക് മാത്രമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളുടെ വാക്കിനെ നിഷേധിച്ചിട്ടുണ്ട്. അതെന്താ? അഫനജഅലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ. അള്ളാഹു ചോദിക്കാൻ, മുസ്ലിങ്ങളെ നാം പാപികളെ പോലെ ആക്കുമോ? രണ്ടു കൂട്ടരെ അള്ളാഹു സൃഷ്ടിച്ചത്, രണ്ടു കൂട്ടരും ജീവിക്കുന്നത് ഈ ദുനിയാവിലാണ്. എന്നിട്ട് രണ്ടു കൂട്ടരെയും ഒരുപോലെ അള്ളാഹു ആക്കോ? അതാണ് മുസ്ലിങ്ങളെയും പാപികളെയും. വിശുദ്ധ ഖുർആനിൽ മുജ്രിം എന്നുപയോഗിച്ചിട്ടുള്ളത് കാഫറുകളെയും മുശ്രിക്കുകളെയും സംബന്ധിച്ചാണ്. ഞാൻ പരിശോധിച്ച് മനസ്സിലാക്കിയിടത്തോളം ഈ വാക്കുകൾ ഉപയോഗിച്ചല്ലെങ്കിൽ അതിൽ നിന്നുള്ള മറ്റ് പദങ്ങൾ ഉപയോഗിച്ചത് മുഴുവൻ ഈ ആളുകളെ സംബന്ധിച്ചാണ്. അതാണ് മുജ്രിം. അതല്ലാതെ മറ്റു തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളെ കുറിച്ചല്ല. അത് ഉപയോഗിക്കും ജരീമ. അപ്പോ ഈ ശിർക്കും കുഫറും പ്രവർത്തിക്കുന്ന ആളുകളെയും മുസ്ലിങ്ങളെ അവരെ പോലെയാക്കുമോ? വമാലക്കും കൈഫ തഹ്കുമോ. നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? നിങ്ങൾ എങ്ങനെയാണ് ഈ വിധി നടത്തുന്നത്? അപ്പൊ അങ്ങനെയാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ വിധിക്കാൻ സാധിക്കും? അപ്പൊ അള്ളാഹുവിന്റെ ഹിക്മത്തിന് യോജിച്ചതല്ല അങ്ങനെ പറയുക എന്നത്. ഒരിക്കലും അങ്ങനെ ഉണ്ടാവുകയില്ല. സൂറത്തുൽ ഖലം 35-36 ആയത്തുകളാണത്. ഇതിനടുത്ത് സൂറത്തുൽ ജാഥിയ 21-ാമത്തെ സൂറത്ത്. അം ഹസിബല്ലദീന ജ്തറഹു സയ്യിആതി അൻ നജഅലഹും കല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി സവാഅൻ മഹ്യാഹും വമമാതുഹും. ഇത് മൂല്യമാര് ദുർവ്യാഖ്യാനിക്കുന്ന ഒരായത്ത് കൂടിയാണ്. ജീവിതവും മരണവും ഒരുപോലെയല്ല. മരിച്ചാൽ ജീവിതത്തെക്കാൾ പവർ കൂടും എന്നുള്ള പോലെ വാദം.
അള്ള ചോദിക്കാൻ, തിന്മകൾ ചെയ്യുന്ന ആളുകൾ വിചാരിക്കുന്നുവോ ആ തിന്മകൾ ചെയ്യുന്ന ആളുകളെയും വിശ്വസിക്കുകയും കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരെ പോലെ ഇവരെയും നാം ആക്കുമെന്നവർ വിചാരിക്കുന്നുണ്ടോ? എങ്ങനെ? സവാഅൻ മഹ്യാഹും വമമാതുഹും, രണ്ടു കൂട്ടരുടെയും ജീവിതവും മരണവും സമമായിക്കൊണ്ട്. അപ്പൊ ജീവിതവും മരണവും സമമായി രണ്ടു കൂട്ടരും, പാപികളും പാപികളല്ലാത്തവരും ഒരുപോലെയാകും എന്നവർ വിചാരിക്കുന്നുണ്ടോ? സാഅമായ ഹക്കുമൂൻ, അവർ വിധിക്കുന്നത് എത്ര മോശമായ വിധിയാൻ. അം നജ്അലുല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർദ്, സൂറത്ത് സ്വാദിലെ 28-ാമത്തെ ആയത്ത്. വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവരെ പോലെ നാം ആക്കുമോ? അം നജ്അലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരെ ഭൂമിയിൽ തോന്നിവാസം പ്രവർത്തിക്കുന്നവരെ പോലെയാക്കുമോ? ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. അപ്പൊ രണ്ടു കൂട്ടർ ഭൂമിയിലുണ്ട്. രണ്ടു കൂട്ടർക്കും ഭൂമി ഏർപ്പെടുത്തി കൊടുത്തതും സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തതും സൃഷ്ടിച്ചതും അള്ളാഹുവാണ്. ഇതെല്ലാവർക്കും അറിയാം, ആർക്കും നിശ്ചയിക്കാൻ കഴിയില്ല. എങ്കിൽ പിന്നെ ഇങ്ങനെ രണ്ടു കൂട്ടർ ഭൂമിയിൽ ജീവിച്ചു മരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അപ്പൊ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ തന്നെ ഈ കാര്യം മനസ്സിലാക്കാം. അതേ കാര്യം നിരവധി ആയത്തുകളുടെ അള്ളാഹു സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ യുക്തിക്ക് യോജിച്ച കാര്യം, ഈ സൃഷ്ടിപ്പ് വെറുതെയല്ല, അവനെ ആരാധിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്, അതിന് പ്രതിഫലമുണ്ടാകും. അല്ലാത്തവരാര് എന്ന് പരീക്ഷിക്കാനാണ്, അതിന് ശിക്ഷയുണ്ടാകും. അതിനു വേണ്ടിയാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത്. ഇതാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഹമലൻ അല്ലെങ്കിൽ ആബഥൻ അല്ലെങ്കിൽ സുദൻ, വെറുതെയല്ല, കളിയായിട്ടല്ല, അശ്രദ്ധമായി കൊണ്ടല്ല. ഈ 3 തരം വാക്കുകളുടെ ഖുർആനിൽ നമ്മൾ വായിച്ച ഇതിലൊക്കെ വന്നു. അപ്പൊ ഇതിൽ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം മനസ്സിലാക്കണം. ഇതാണ് ഒന്നാമത്തെ വിഷയം. 3 കാര്യങ്ങളിൽ ഒന്നാമത്തെ വിഷയം, നമ്മെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമെന്താണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ അപ്പൊ നമുക്ക് വിജയം ഉണ്ടാവും. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, ഷെയ്ഖ് മുഹമ്മദ് വഹാബിന്റെ മത്തിന് എന്താണ്? വെറുതെ സൃഷ്ടിച്ചതല്ല, ബൽ അർസല ഇലൈനാ റസൂലൻ, മറിച്ച് നമ്മളിലേക്ക് ദൂതന്മാരെ അള്ളാഹു അയച്ചിരിക്കുന്നു. അപ്പൊ വെറുതെ വിട്ടതാണെങ്കിൽ പിന്നെ നബിന്റെ ആവശ്യമല്ല. നബിനെ വിട്ടതെന്തിനാ? വെറുതെ സൃഷ്ടിച്ചതല്ല. എന്താണ് ലക്ഷ്യം? ആ ലക്ഷ്യം പഠിപ്പിച്ചു തരണം. ലക്ഷ്യം പഠിപ്പിച്ചു തരാൻ ആരാ? നബിയെ അയച്ചു. അപ്പൊ ഇതുവരെ പറഞ്ഞു വന്നത് വെറുതെ സൃഷ്ടിച്ചതല്ല, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. അപ്പൊ പിന്നെ ആരാധിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഈ ആരാധന എന്താണ്, എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, അതിന്റെ അനിവാര്യ കാര്യങ്ങൾ എന്താണ്, ഷർത്ത് എന്താണ്, റുക്ൻ എന്താണ്, ഫർള് എന്താണ്, സുന്നത്ത് എന്താണ്, അത് മനുഷ്യന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമായ ഇബാദത്ത് എങ്ങനെയാകണം എന്നുള്ളത് മനുഷ്യന് കണ്ടെത്താൻ കഴിയുന്നതല്ല. അപ്പൊ അത് പഠിപ്പിച്ചു തരേണ്ടുന്ന ഉത്തരവാദിത്വം കൂടി അള്ളാഹുവിനുള്ളതാണ്. അത് അള്ളാഹു തന്നെ പഠിപ്പിച്ചു തരും. ആ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയച്ചത്. അതല്ലാതെ നമുക്ക് നല്ലതായി തോന്നുന്ന ഒറ്റക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്കോ അല്ലെങ്കിൽ കുറെ പണ്ഡിതന്മാർക്കോ ആർക്കായിരുന്നാലും നന്നായി തോന്നുന്ന കാര്യങ്ങൾ, ഇതാണ് ദീൻ, ഇങ്ങനെ വിശ്വസിക്കേണ്ടത്, ഇതാണ് വിശ്വസിക്കേണ്ടത്, ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാള് പറയുന്നത് അന്ധമായി അംഗീകരിക്കാൻ, അങ്ങനെ തഖ്ലീദ് ചെയ്യണം, അതും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. കാരണം ഇബാദത്തുകൾ എന്ന് പറയുന്നത് അള്ളാഹുവിനെ അനുസരിക്കുക എന്നത് തൗഖീഫിയാണ്. വഖഫ എന്നാൽ നിൽക്കുക, നിർത്തുക എന്നൊക്കെ അർത്ഥം. അപ്പൊ തൗഖീഫി, വഖഫ യുഖിഫ്, തൗഖീഫ് നിർത്തുക എന്നതിന്റെ അർത്ഥം. തൗഖീഫിയ എന്നാൽ പ്രമാണങ്ങളിൽ നിലനിർത്തുക. അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതെന്തോ അവയിൽ നിലനിർത്തുന്നത്, അതാണ് തൗഖീഫി. അപ്പൊ തൗഖീഫി എന്നതാണ് ശരീഅത്തിന്റെ തെളിവുകളും നിയമങ്ങളും, അതായത് ഖുർആൻ സുന്നത്ത്, അതിൽ ആസ്പദമായി മാത്രം വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. അതല്ലാതെ വ്യക്തിക്കോ അവരുടെ ബുദ്ധിക്കോ അഭിപ്രായങ്ങൾക്കോ അതിൽ യാതൊരു പരിഗണനയുമില്ല. അള്ളാഹു നിയമമാക്കിയ കാര്യങ്ങൾ കൊണ്ടല്ലാതെ അള്ളാഹുവിനെ ആരാധിക്കാൻ പാടില്ല. അതാണ് തൗഖീഫി. അപ്പൊ ഖുർആനിൽ അല്ലെങ്കിൽ പ്രവാചകന്റെ ചര്യകളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ, മുഹമ്മദ് നബി ആണെങ്കിൽ മുഹമ്മദ് നബിന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾക്കത്, അതിന്റെ മുമ്പുള്ള ആളുകൾക്കോ ഏതൊരു ജനതയിലേക്ക് ഏതൊരു പ്രവാചകനെ അള്ളാഹു നിശ്ചയിച്ചുവോ ആ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത ആ പ്രവാചകൻ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം. അപ്പൊ ഓരോ കാലഘട്ടത്തിലുമുള്ള ആളുകൾക്ക്, മുഹമ്മദ് നബിന് ശേഷം ലോകാവസാനം വരെ മുഹമ്മദ് നബിയുടെ ഇറക്കപ്പെട്ട ഖുർആനും മുഹമ്മദ് നബി പഠിച്ച സുന്നത്തുകളും, അതിൽ ആസ്പദമായിരിക്കണം അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്. കാരണം പ്രവാചകന്മാർ വന്നത് ജനങ്ങളോട് എങ്ങനെ ആരാധിക്കണമെന്ന് കൽപ്പിക്കാനും ശിർക്ക് വിലക്കാനും കുഫ്ർ പാടില്ലെന്ന് പറയാനും വേണ്ടിയാണ്. ദീനെന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. ഇതാണ് പ്രവാചകന്മാരെ അയച്ചതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, ആരെങ്കിലും നമ്മുടെ കൽപ്പനയില്ലാത്ത വല്ല കാര്യവും ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാകുന്നു. അപ്പോ നമ്മുടെ കൽപ്പന എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കൽപ്പന നബിന്റെ കൽപ്പന, നബിന്റെ കൽപ്പന നാരുടെ കൽപ്പന, അള്ളാഹുവിന്റെ കൽപ്പനയും റസൂൽ കൽപ്പിക്കുന്ന കൽപ്പനയും രണ്ടും അള്ളാഹുവിന്റെ തന്നെയാണ്. അപ്പൊ നമ്മുടെ കൽപ്പനയില്ലാത്ത എന്ന് പറഞ്ഞാൽ ഖുർആാനിന്റെയോ സുന്നത്തിന്റെയോ കൽപ്പനയില്ലാത്ത വല്ല കാര്യവും വല്ലവരും ചെയ്താൽ അത് തള്ളപ്പെടണം എന്ന് പറഞ്ഞാൽ ഏതിലാണത്?
ദുനിയാവിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോൺക്രീറ്റിന്റെ വീടുണ്ടാക്കിയിട്ടില്ല, പള്ളിയിൽ കാർപ്പറ്റ് വിരിച്ചിട്ടില്ല. അപ്പൊ വഹുറദ്ദുൻ അല്ല. ദീന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെയോ റസൂലിന്റെയോ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ അത്, അല്ലെങ്കിൽ അവൻ, രണ്ടായാലും ശരിയാണ്, തള്ളപ്പെടേണ്ടതാകുന്നു. കാരണം വിദേഹത്തിന്റെ ആളാണ്. അള്ളാഹ് ഇബാദത്ത് തൗഖീഫിന്റെ ആളല്ല. അതുകൊണ്ട് തന്നെ ഇബാദത്തുകൾ പ്രമാണങ്ങൾക്ക് ബദ്ധമായിരിക്കണം, തൗഖീഫിയാണ്. ബിദ്അത്തുകൾ പ്രമാണവിരുദ്ധമായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങൾ ബിദ്അത്തുകളാണ്, അവ മർദൂദ, തള്ളപ്പെടേണ്ടതുമാകുന്നു. വൽ ഖുറാഫാത്തു മർദൂദത്തുൻ. നമ്മളുള്ള ഖുറാഫീൻ, ഖുറാഫ എന്ന് പറഞ്ഞാൽ കെട്ടുകഥാണ്. കെട്ടുകഥകൾക്ക് പിന്നാലെ പോവുക, കെട്ടുകഥകൾ അത് മർദൂദ, തള്ളപ്പെടേണ്ടതാണ്. അന്ധമായ അനുകരണം അതും മർഫൂദുൻ, നിരസിക്കപ്പെടേണ്ടതാണ്. ഇബാദത്തുകൾ പ്രവാചകൻ കൊണ്ടുവന്ന ശരീഅത്തിൽ നിന്നല്ലാതെ സ്വീകരിക്കാവതല്ല. അപ്പൊ ഇതാണ് പ്രവാചകന്മാരെ അയച്ചതിന്റെ ലക്ഷ്യം. നമ്മളിലേക്ക് അയക്കപ്പെട്ട നബി ആരാണ്? അത് മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബിയെ കുറിച്ച് എങ്ങനെ മനസ്സിലാക്കണതിന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ തുടക്കത്തിൽ ആദ്യം പറഞ്ഞ 4 കാര്യങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോ എങ്ങനെ ഇബാദത്ത് ചെയ്യണം, എങ്ങനെ വിശ്വസിക്കണം, എന്ത് പാടില്ല, എന്തൊക്കെയാണ് മഅസിയത്തുകൾ, ഇതൊക്കെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു മുഹമ്മദ് നബിയെ അയച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അമാനത്ത് നിർവഹിച്ചു പോയിട്ടുണ്ട്. സമൂഹത്തെ ഉപദേശിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വതറകനാ അലൽ മഹജ്ജത്തിൽ ബൈള, ഇതൊരു ഹദീസിൽ വന്ന വാചകം കൂടിയാണ്. മഹജ്ജത്തുൽ ബൈള എന്നാൽ പിന്നെ വെളുത്ത പ്രകാശിക്കുന്ന രേഖ, അല്ലെങ്കിൽ ഹുജ്ജത്തുള്ള പ്രമാണബദ്ധമായ തെളിഞ്ഞ പാത. എന്നാൽ അതിലൊരു അവ്യക്തതയുമില്ല, ഒരു കളങ്കവുമില്ല. അതാണ് അലൽ മഹജ്ജത്തിൽ ബൈള ലൈലുഹാ കനഹാരിഹ, ആ വഴിയിലെ രാത്രി പകല് പോലെയാണ്. ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്, രാത്രി പകല് പോലെയാണ് രാത്രി. 2 സമയവും വെളിച്ചമാണ്, ആർക്കും തപ്പിത്തടയേണ്ടതില്ല. വഴി കാണാത്ത അവസ്ഥയുണ്ടാവുകയില്ല, ഇരുട്ടുണ്ടാവുകയില്ല. ആ വഴിയിൽ നിന്ന് ആരെങ്കിലും തെറ്റിപ്പോവുക, അതാര് മാത്രമാണ്? ഹാലിക്, പഴച്ചവൻ, നശിച്ചവൻ മാത്രമേ വഴി തെറ്റിപ്പോവൂ, അതിൽ നിന്ന് പഴച്ചു പോവുകയുള്ളൂ. അപ്പൊ ഒരിക്കലും വഴിതെറ്റിപ്പോകാത്ത നിലക്ക് സുവ്യക്തമായ, സംശയരഹിതമായ, പ്രകാശപൂരിതമായ വഴിയിലാണ് നബി നമ്മെ വിട്ടേച്ചു പോയത്. ആ വഴിയിൽ നിന്ന് ആരും തെറ്റിപ്പോവില്ല. അതും ഖുർആാനും നബി കാണിച്ച ആ ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലുള്ള ആ മഹജ്ജത്തുൻ ബൈള അത് പിന്തുടരുകയാണെങ്കിൽ. അപ്പോ നബിയെ അയച്ചു. നബി ഭരിച്ചതോടുകൂടി ജനങ്ങളൊക്കെ പഴിച്ചു പോകുമോ? ഇല്ല. അതിന് ഖുർആാനും സുന്നത്തും ഇവിടെ തന്നുപോയിട്ടുണ്ട്. സൂറത്തുൽ മാഇദ 3-ാമത്തെ ആയത്ത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനൻ. അർത്ഥം പറയാതെ നമുക്കറിയാം. ഇനി ശൈഖിന്റെ വാചകം ഫമൻ അതാഅഹു ദഖലൽ ജന്ന വമൻ അസാഹു ദഖലൻ നാർ. അപ്പൊ പറഞ്ഞു വന്നത് സലക്ഷ്യമായി, ലക്ഷ്യത്തോടുകൂടിയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. അത് അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കാനാണ്. അത് പഠിപ്പിക്കാൻ പ്രവാചകന്മാരെ അനുസരിച്ചു. ഇനി അതിന്റെ നേട്ടം പ്രവാചകനെ അനുസരിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു, പ്രവാചകനെ ധിക്കരിച്ചവൻ നരകത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇത് ശൈഖിന്റെ വാചകമാണ്. ഇത് ഒരുപാട് ആയത്തുകളിലും ഹദീസുകളിലും ഈ ആശയം കിട്ടും. ഇത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. ഇവിടെ കുറച്ചു കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ. അതെന്നെ പറഞ്ഞാൽ തന്നെ അധികമാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞതല്ലാത്ത ഒരുപാട് വിഷയങ്ങൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ശൈഖ് അൽബാനി അതുപോലെ തന്നെ പല പണ്ഡിതന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുകയും അനുസരിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും അതിന്റെ ഫലങ്ങളും ഇല്ലാതിരുന്നാലുണ്ടാകുന്ന അപകടങ്ങളും ഉണ്ടായാലുള്ള നേട്ടങ്ങളും ആയത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരുപാട് രേഖപ്പെടുത്തിയ സ്വന്തമായ പുസ്തകങ്ങൾ തന്നെ ഉണ്ട്. ഇവിടെ കൊടുത്ത കാര്യങ്ങൾ മാത്രം തൽക്കാലം പറയാം. മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. അള്ളാഹിനനുസരിച്ചാൽ മാത്രം മതിയോ? പോരാ, നബിയെ അനുസരിക്കണം. ഖുർആൻ മാത്രം മതി, സുന്നത്ത് വേണ്ടതില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്താ കാരണം? ആരെങ്കിലും റസൂലിനെ അനുസരിച്ചുവോ അവൻ അള്ളാഹുവിനനുസരിച്ചിരിക്കുന്നു. റസൂലിനനുസരിച്ചവനാണ് അള്ളാഹിനനുസരിച്ചവൻ. ഇനി റസൂൽ അനുസരിക്കുന്ന സുന്നത്ത് അനുസരിക്കുക. സുന്നത്ത് അനുസരിച്ചവനാണ് ഖുർആൻ അനുസരിച്ചവൻ. അപ്പോ ഖുർആൻ അനുസരിക്കാത്തവൻ അള്ളാഹിനനുസരിച്ചവനല്ല, സുന്നത്ത് അംഗീകരിക്കാത്തവൻ ഖുർആൻ അംഗീകരിച്ചവനല്ല. ഇതൊക്കെ അതിന്റെ ആശയങ്ങളാണ്. സൂറത്തുൻ നിസാ 80-ാമത്തെ ആയത്ത് വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. അപ്പൊ വെറുതെ ഖുർആൻ ഓതിത്തരും. പോസ്റ്റ്മാന്റെ പണിയല്ല ആർക്ക്? മുഹമ്മദ് നബിക്ക്. പോസ്റ്റ്മാൻ പണിയാൻ ഖുർആൻ ഓതി തന്ന് വായിച്ചാൽ മതി. ആ ഓതി തന്ന ഖുർആൻ പഠിപ്പിച്ച് വിശദീകരിച്ചു കൊടുക്കുക, അതിൽ നബിയെ അനുസരിക്കുക. അപ്പൊ അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ ഒരു നബിയെയും അള്ളാഹു അയച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വെറും ഖുർആൻ ഓതി തരാനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുർആന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ച് പറഞ്ഞു കാണിച്ചു തന്ന മാർഗമേതോ ആ മാർഗം അനുസരിക്കപ്പെടാനും കൂടിയാകുന്നു. അല്ലെങ്കിൽ അതിനു വേണ്ടിയാണ് അള്ളാഹു പ്രവാചകന്മാരെ അയച്ചത്. അപ്പം അനുസരിക്കാത്ത ഒരു പ്രവാചകനെ അള്ളാഹു അയച്ചിട്ടില്ല.
അനുസരിക്കപ്പെടേണ്ടതില്ലാത്തൊരു പ്രവാചകനെയും അള്ളാഹു അയച്ചിട്ടില്ല. വളരെ വ്യക്തമാണ്. വെറും ഓതിത്തരാനല്ല, കാണിച്ചു തന്നത് അനുസരിക്കാനാണ്. അപ്പൊ ഒരു മാതൃകാ പുരുഷനായിട്ടാണ് പ്രവാചകനെ അള്ളാഹു നിയമിച്ചത്. മഅബൂദ്, ആരാധിക്കപ്പെടുന്നവനിലുള്ള ഏകത്വം, അതാരാ? അള്ളാഹു മാത്രം. അനുസരിക്കപ്പെടേണ്ടവൻ, അതിലുള്ള ഏകത്വമുണ്ട്, തൗഹീദുണ്ട്, അതാരാ? റസൂലാൻ. അനുസരിക്കപ്പെടേണ്ടവൻ ഒരുത്തനേ ഉള്ളൂ, അത് റസൂലാൻ. ആരാധിക്കപ്പെടേണ്ടവൻ ഒരുത്തനേ ഉള്ളൂ, അത് അള്ളാഹുവാണ്. അപ്പൊ സുന്നത്ത് വേണ്ട, ഹദീസ് വേണ്ട എന്ന് പറഞ്ഞാൽ അത് പോയി. ലിയുതാഅ, അനുസരിക്കപ്പെടാൻ എന്നുള്ളത് പോയി. ഖുർആൻ ആയത്തിനെതിരാണ് പ്രവാചകൻ അനുസരിക്കേണ്ടതില്ല, ഹദീസ് വേണ്ടതില്ല എന്ന് പറയുന്നത്. സൂറത്തു നിസായിലെ 64-ാമത്തെ ആയത്താണത്. ഇനി സൂറത്തു നൂർ 54-ാമത്തെ ആയത്, വഇൻ തുതീഊഹു തഹ്തദൂ, നിങ്ങൾ അവനെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ സന്മാർഗം പ്രാപിക്കും. ഇനി ആ വാചകം ഒന്ന് മാറ്റി പറഞ്ഞാലോ, നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടണമെങ്കിൽ നിങ്ങൾ നബിയെ അനുസരിക്കണം. നബിയെ അനുസരിക്കാത്തവന് ഹിദായത്ത് കിട്ടുകയില്ല. അപ്പൊ സുന്നത്ത് വേണ്ട, ഹദീസ് വേണ്ട എന്ന് പറയുന്നവൻ ഹിദായത്തിലല്ല. ഒന്ന് ഷർത്താണ്, മറ്റത് ജവാബ്. ഒന്ന് നിബന്ധന, രണ്ടാമത്തത് അതിന്റെ ഫലം. ഇതാണ് ഷർത്ത്, ജവാബ്. എന്താണ്? വഇൻ തുതീഊഹു, നിങ്ങൾ നബിയെ അനുസരിക്കുകയാണെങ്കിൽ തഹ്തദൂ, നിങ്ങൾ ഹിദായത്തിലാകും. അപ്പൊ ആവുക എന്നത് എന്തിന്റെ ഫലമാണ്? നബിയെ അനുസരിക്കുക എന്നതിന്റെ ഫലമാണ്. നബിയെ അനുസരിച്ചിട്ടില്ലെങ്കിൽ ഹിദായത്തിലാവുക എന്ന ഫലം ഉണ്ടാവുകയില്ല. ഇനി സൂറത്ത് നൂറിൽ തന്നെ 56-ാമത്തെ ആയത്ത്, വാതിയൂർ റസൂല ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ റസൂലിനെ അനുസരിക്കുക, കൽപ്പിക്കുകയാണ്. റസൂലിനെ അനുസരിക്കണം. എന്തിനു വേണ്ടി? ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യപ്പെടുന്നതിനു വേണ്ടി. ഇത് മുമ്പൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലഅല്ല എന്ന് ഖുർആൻ ഉപയോഗിച്ചത് ആയേക്കാം എന്ന അർത്ഥത്തിലല്ല, ലിത്തഅലീൽ, കാരണം പറയാൻ വേണ്ടിയാണ്. അപ്പൊ ലഅല്ലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളാകാൻ വേണ്ടി, തുർഹമൂൻ നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യപ്പെടുന്നതിന് വേണ്ടി, അള്ളാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ റസൂൽ അനുസരിക്കണം. അപ്പൊ റസൂൽ അനുസരിച്ചാലേ ഹിദായത്ത് കിട്ടുള്ളൂ, റസൂൽ അനുസരിച്ചാലേ നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടുള്ളൂ. എന്താ അള്ളാഹിന്റെ റഹ്മത്തിനെ തിന്നാ കുടിക്കുക വിസർജിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് ഭൂമിയില് അള്ളാഹിന്റെ റഹ്മത്തിന് ഏറ്റവും വലിയ റഹ്മത്ത് എന്താ? നരകത്തിൽ രക്ഷപ്പെടുകയും സ്വർഗം കിട്ടുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ റഹ്മത്ത് ലഭിക്കണമെങ്കിൽ റസൂലിനെ അനുസരിക്കണം. റസൂലിനെ അനുസരിക്കാത്തവന് അള്ളാഹുവിന്റെ റഹ്മത്തില്ല. ദുനിയാവിലെമ്പാടും കിട്ടിയെന്ന് ഒരു നേരത്തെ പറഞ്ഞവനെ പോലെ. സുന്നത്ത് പാലിക്കുന്നവനേക്കാൾ സുഖം സുന്നത്ത് നിഷേധിക്കുന്നവന് ദുനിയാവ് കിട്ടിയേക്കാം. പക്ഷേ പരലോകത്തുള്ള സ്വർഗം എന്നതാണ് റഹ്മത്ത്. ആ റഹ്മത്ത് കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ റസൂലിനെ അനുസരിക്കണമെന്ന് പറയുന്നത്. ഈ അനുസരണം ഉണ്ടായിട്ടില്ല എങ്കിൽ സ്വർഗമാകുന്ന, നരകമോചനമാകുന്ന റഹ്മത്ത് ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും നബിയെ അനുസരിച്ചവനാരോ അവന് ഹിദായത്ത് കിട്ടി, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ആര് ധിക്കരിച്ചുവോ അവൻ വഴിപിഴക്കുകയും നരകത്തിലെത്തുകയും ചെയ്തു. ഈ ആശയമാണ് മോള് മത്തനായി ഷെയ്ഖ് കൊടുത്തിട്ടുള്ളത്. നബിയെ അനുസരിച്ചവൻ സ്വർഗത്തിലെത്തിയിരിക്കുന്നു, നബിയെ ധിക്കരിച്ചവൻ നരകത്തിലെത്തിയിരിക്കുന്നു. ഇനി ഹദീസ് ഇവിടെ ഷെയ്ഖ് ഫൗസാൻ തെളിവായി കൊടുക്കുക, കുല്ലുക്കും യദ്ഖുലുൽ ജന്ന ഇല്ലാ മൻ അബ, നിങ്ങളെല്ലാവരും സ്വർഗത്തിലെത്തും, ആരൊഴികെ? വിസമ്മതിച്ചവനൊഴികെ. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ആരാ നബിയെ വിസമ്മതിച്ചവൻ? നബി വിശദീകരിച്ചു, എന്നെ അനുസരിച്ചവൻ സ്വർഗത്തിലെത്തി, എന്നെ ധിക്കരിച്ചവൻ വിസമ്മതിച്ചിരിക്കുന്നു. എന്നെ ധിക്കരിച്ചവനാരോ അവൻ എന്നെ വിസമ്മതിച്ചവനാണ്. ഇവിടെ ഷെയ്ഖ് ഫൗസാൻ വേറെ വിശദീകരണമുണ്ട്. അബാ എന്ന് പറഞ്ഞാൽ അബാ അൻ യദ്ഖുലൽ ജന്ന, എന്നെ അനുസരിച്ചവൻ സ്വർഗത്തിലെത്തിയെന്നാണ്. എന്നെ ധിക്കരിച്ചവനോ വിസമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഷെയ്ഖ് ഫൗസാൻ കൊടുക്കുന്ന അർത്ഥം അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വിസമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നബിനെ അനുസരിച്ചുകൊണ്ടുള്ള സ്വർഗം എനിക്ക് വേണ്ട, ഞാൻ സ്വർഗത്തിലേക്ക് വരുന്നില്ല, എനിക്ക് സ്വർഗം വേണ്ട എന്ന് അവൻ വിസമ്മതിച്ചു. അപ്പൊ വേറെയും പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ഷെയ്ഖ് നമ്മൾ സാധാരണ നമ്മളെ നാട്ടിൽ പറയുന്ന ഫഖദ് അബ, എന്നെ ധിക്കരിച്ചവൻ അവൻ വിസമ്മതിച്ചവനാണ് എന്നാണ്, എന്നെ അനുസരിക്കാൻ വിസമ്മതിച്ചവനാണ്. അതും അതിന്റെ അർത്ഥമാണ്. പക്ഷെ ഇവിടെ ഷെയ്ഖ് ഫൗസാൻ പറയേണ്ടത് അവൻ സ്വർഗത്തിൽ കയറാൻ വിസമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ സുന്നത്തൊന്നും പാലിച്ചിട്ട് എനിക്ക് അങ്ങനെ സ്വർഗം വേണ്ട. നമ്മുടെ ചില ആൾക്കാർ വെല്ലുവിളിക്കുന്നുണ്ടല്ലോ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്, മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, എന്നെ കുറിച്ച് ഒരു ജൂതനോ ഒരു ക്രിസ്ത്യാനിയോ കേൾക്കുകയും എന്നിട്ട് ഞാൻ കൊണ്ടുവന്നതിൽ എന്നിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുക എന്ന കാര്യം സംഭവിക്കുകയില്ല. ഇല്ലാ ദഖലന്നാറ, അവൻ നരകത്തിൽ പ്രവേശിച്ചല്ലാതെ. ഒരു ജൂതനോ ക്രിസ്ത്യാനിയോ മുഹമ്മദ് നബിയെ കുറിച്ച് കേൾക്കുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുകയില്ല, അവൻ നരകത്തിൽ പ്രവേശിച്ചല്ലാതെ. അപ്പൊ ഒരു ജൂതനും ക്രിസ്ത്യാനിക്കും മുഹമ്മദ് എന്നൊരു നബിയുണ്ട്, ആ പേര് കേട്ടാൽ തന്നെ അവന് ഹുജ്ജത്ത് എത്തിക്കഴിഞ്ഞു.
പിന്നെ ഓന്റെ പണിയാണ് ഈ നമ്മളീ കേട്ട മുഹമ്മദ് ആരാണ്, തൗറാത്തിൽ ഇഞ്ചിലും പറഞ്ഞ മുഹമ്മദാണോ, വരാൻ പോകുന്ന ഫാർക്കലീത്താണോ, ആ അവസാനം വരുന്ന പ്രവാചകനാണോ എന്ന് അന്വേഷിച്ച് പഠിച്ച് വിശ്വസിക്കേണ്ടത് അവരുടെ ബാധ്യത. അപ്പൊ പേര് കേട്ടിട്ട് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവൻ നരകത്ത് കയറിയാൻ. ഓൻ ഹുജ്ജത്തെത്തിയിട്ടില്ല, നമ്മൾ പോയി വേദറിയണം എന്നൊന്നും പറയേണ്ട കാര്യമല്ല. പേര് കേട്ടാൽ ഹുജ്ജത്ത് സ്ഥാപിതമായി. ഹദീസാൻ, മുസ്ലിമിന്റെ ഹദീസാൻ. അങ്ങനെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വയിൽ അത് വിശദീകരിച്ചതും കാണാം. പേര് കേൾക്കുന്നതോടുകൂടി തന്നെ അവർക്ക് ഹുജ്ജത്ത് സ്ഥാപിതമായി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ നാട്ടിൽ ബാങ്ക് കേൾക്കണ മൊയ്ലിയാമാർക്കോ, ബാങ്ക് കൊടുക്കണ മൊയ്ലിയാർക്കോ, ബാങ്ക് കൊടുക്കണ മോദിനോ ലാലതാമ റസൂലിനെ വിളിച്ചറിയല്ലേ, എന്നിട്ട് ചിർക്ക് ചെയ്യുക, എന്നിട്ട് ഹുജ്ജത്തെത്തിയില്ല അറിയാം, കൊലൊക്കെ പുതു മുസ്ലിങ്ങളാണെന്നറിയാം. ഇനി ഇപ്പറഞ്ഞുള്ള തെളിവെന്താ? ഇന്ന അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല ഫഅസാ ഫിർഔന റസൂല ഫഅഖദനാഹു അഖദൻ വബീല. സൂറത്തുൽ മുസമ്മിൽ 15-16. ഇത് മത്തനാണ് ഷെയ്ഖ് മുഹമ്മദുൽ വഹാബിന്റെ വാചകം. ഏത്? പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്, പ്രവാചകന്മാരിൽ വിശ്വസിക്കണം, അനുസരിച്ചാൽ സ്വർഗമുണ്ട്, ധിക്കരിച്ചാൽ നരകമുണ്ട്. അതിനെന്താ ഖുർആനിൽ തന്നെ തെളിവ്? നേരത്തെ വായിച്ചൊക്കെ ഷർഹിലുള്ള ആയത്തുകളാണ്. ഇന്ന അർസൽനാ ഇലൈക്കും റസൂലൻ, തീർച്ചയായും നിങ്ങളിലേക്ക് നാം ഒരു ദൂതനെ അയച്ചിരിക്കുന്നു. ഷാഹിദൻ അലൈക്കും, നിങ്ങൾക്കുമേൽ സാക്ഷിയായിക്കൊണ്ട്. കമാ അർസൽന, ഈ സാക്ഷിയാകുക എന്നുള്ള എന്താന്നുള്ളത് കശ്ഫു ശുബ്ഹാത്തില് അതിന്റെ ഷർഹില് നമ്മൾ വായിച്ചു ഏതാണ്. മുഹമ്മദ് നബി എങ്ങനെയാണ് സമൂഹത്തിന് സാക്ഷിയാകുന്നത്, മുഹമ്മദ് നബിന്റെ ഉമ്മത്ത് നൂഹ് നബിന്റെ ഉമ്മത്തിന് എങ്ങനെയാണ് സാക്ഷിയാകുന്നത്, അത് പരലോകത്ത് നടക്കുന്ന വിചാരണയും നൂഹ് നബിനോടുള്ള ചോദ്യവും സമുദായത്തിന്റെ മുഹമ്മദ് നബിന്റെ മറുപടി, നൂഹ് നബിന്റെ മറുപടിയും, നൂഹ് നബിന്റെ മറുപടിക്ക് ശേഷം നൂഹ് നബിന്റെ ഉമ്മത്തിനോട് അള്ളാഹു ചോദിക്കുന്നതും, ആ ഉമ്മത്തിന്റെ നൂഹിനെ സംബന്ധിച്ച നിഷേധവും, പിന്നെ നിനക്ക് ആരാ തെളിവ് എന്ന് നൂഹ് നബിനോട് ചോദിക്കുമ്പോൾ നൂഹ് നബി മുഹമ്മദ് നബിന്റെ ഉമ്മത്താണ് തെളിവ് എന്ന് പറയുകയും, അങ്ങനെ മുഹമ്മദ് നബിന്റെ ഉമ്മത്തിനോട് അള്ളാഹു ചോദിക്കുന്നു, നൂഹ് എന്ന പ്രവാചകൻ വന്നിട്ടുണ്ടോ? ഉണ്ട്. ദഅവത്ത് എത്തിച്ചിട്ടുണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് എവിടുന്ന് തെളിവ് കിട്ടി? ഞങ്ങൾ നബി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് എന്ന ഖുർആനിലുണ്ട്. പിന്നെ നബി എല്ലാവർക്കും വേണ്ടി സാക്ഷി പറയുന്നു. ഇത് നേരത്തെ വിശദമായി ആ ഹദീത്ത് മുഴുവൻ പറഞ്ഞ് വിശദീകരിച്ചതാണ്. ഖുർആന്റെ താല്പര്യം നബി നിങ്ങൾക്ക് വേണ്ടി സാക്ഷിയാകാൻ വേണ്ടിയും നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാകില്ല. ഒത്തക്കൂനു ശുഹദാ അലന്നാസ്. ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ആവർത്തിയുള്ള വാചകമാണ്. നമ്മളും മറ്റുള്ളവർക്ക് സാക്ഷിയാണ്, മുഹമ്മദ് നബി നമുക്കും സാക്ഷിയാണ്. ഇവിടെ എന്താ പറഞ്ഞത്? നിങ്ങൾക്കൊരു ദൂതനെ നാം അയച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? ഷാഹിദൻ അലൈക്കും, നിങ്ങൾക്കുമേൽ സാക്ഷിയായി, നമുക്കൊക്കെ സന്ദേശം എത്തിച്ചു തന്നിട്ടുണ്ട് എന്നതിന് സാക്ഷി മുഹമ്മദ് നബിക്ക് സാക്ഷിയാരാ? മുഹമ്മദിന്റെ ഉമ്മത്ത്. അലാഹൽ ബല്ലഗ്തു, നബിന്റെ സഹാബത്താണ്. ഞാൻ എത്തിച്ചു തന്നിട്ടില്ലേ? ഇത് നമ്മൾ അതിൽ വായിച്ചതാ കശ്ശുപാത്തില് എന്ന് നബി 3 വട്ടം ചോദിക്കുന്നു. അപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു? സഹാബത്ത് അതേ എന്ന് മറുപടി വരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് ചൂണ്ടി അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷി, നീ സാക്ഷി, നീ സാക്ഷി എന്ന് 3 വട്ടം. ഇതൊക്കെ നമ്മൾ അപ്പുറം വായിച്ചു ഏതാൻ. കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല, മുഹമ്മദ് നബി ഒരു പുത്തരിയായി വന്നതല്ല. ഏതുപോലെ? ഫിർഔന റസൂലായി അയച്ചതുപോലെ, നാം അയച്ചതുപോലെ നിങ്ങളിലേക്കും ദൂതൻ അയച്ചിരിക്കുന്നു. അപ്പൊ മുഹമ്മദ് നബിന്റെ മുമ്പ് വേറെയും സമുദായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമുദായങ്ങളിലേക്കും അള്ളാഹു ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ അയച്ചത് അതേ ലക്ഷ്യത്തിന് വേണ്ടിയാണ് മുഹമ്മദ് നബിയെയും അയച്ചിട്ടുള്ളത്. ഇവിടെ ഫിർഔനെ സൂചിപ്പിച്ചെന്തിനാ? ഫഅസാ ഫിർഔനുർ റസൂൽ. അപ്രതായത്തിൽ നമ്മൾ വായിച്ചു, പ്രവാചകന്മാരെ അയച്ചത് ഇല്ലാ ലിയുതാഅ, അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ അയച്ചിട്ടില്ല. ആ അനുസരണക്കേട് കാണിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താ? ഫിർഔനിലേക്ക് പ്രവാചകനെ അയച്ചു മൂസാ നബിയെ. എന്തിന്? മൂസാ നബിയെ അനുസരിക്കാൻ. പക്ഷേ ഫഅസാ ഫിർഔനുർ റസൂൽ, ഫിർഔൻ ദൂതനെ ധിക്കരിച്ചു, അതായത് മൂസാ നബിയെ ധിക്കരിച്ചു. ഫഅഖദ്നാഹു, അപ്പോൾ ഫിർഔനെ നാം പിടികൂടി. അഖ്ദൻ വബീല, മാരകമായ ഗുരുതരമായ ഒരു പിടികൂടൽ ഫിർഔനെ നാം പിടികൂടി. അതായത് കടലിൽ വെച്ച് പിടികൂടി, കൊന്ന് മുക്കി നശിപ്പിച്ചു എന്നർത്ഥം. മുമ്പ് അള്ളാഹു അവതരിപ്പിച്ച ഒരു പ്രവാചകനെ കുറിച്ച് പറഞ്ഞും, ആ സമുദായത്തെക്കുറിച്ചും ഫിറൗനെ കുറിച്ചും ഫിറൗൻ ചെയ്ത പ്രതികരണത്തെക്കുറിച്ചും പറഞ്ഞ്, അതുപോലെ മുഹമ്മദ് നബിയിലേക്കും നാം അയച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ഇന്ന നാം അയച്ചു എന്ന് പറഞ്ഞാൽ അത് അള്ളാഹിനെ കുറിച്ചാണ്. അള്ളാഹുവിനെ തന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നാം എന്നുള്ള പ്രയോഗം ഖുർആനിൽ പല സ്ഥലത്തും വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും 2 കൂട്ടരിലേക്കും നിയോഗിക്കപ്പെട്ട ആളാണ് മുഹമ്മദ് നബി. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി പോയ കാര്യമാണ്. പിന്നെ ഏത് പ്രവാചകൻ എന്ന് പറഞ്ഞിട്ടില്ല. റസൂലൻ, ഒരു നബിയെ അയച്ചു, ഒരു റസൂലിനെ അയച്ചു എന്നാണ്. ആ റസൂലാരാ? മുഹമ്മദ് നബിയിലേക്ക് അയച്ചത് അല്ല, മുഹമ്മദ് നബി ഉമ്മത്തിലേക്ക് അയച്ചത്, നമ്മുടെ ഉമ്മത്തിലേക്ക് അയച്ചത് മുഹമ്മദ് നബിയെയാണ്. ഷാഹിദൻ എന്ന് പറഞ്ഞതിന്റെ അത് ഖിയാമത്ത് നാളിൽ വരാൻ പോകുന്ന കാര്യമാണ്. അത് ഞാനിവിടെ ആവർത്തിക്കുന്നതിന് നേരത്തെ ചുരുക്കി പറഞ്ഞു, മുമ്പ് വിശദമായും പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പ്രവാചകന്മാരെ അയച്ചത് ഇവിടെ ശൈഖ് പറയാണ്, ഖിയാമത്ത് നാളിൽ ഒരുത്തനും പറയാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഇബാദത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനായിരുന്നു, എന്നാൽ അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. ചില കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ വായിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ ഞാൻ ചെയ്യൽ നിർബന്ധമായ കാര്യങ്ങൾ എന്താണ് എന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ, എന്റെ മേൽ ഹറാമാക്കപ്പെട്ടത് എന്താണ് എന്നൊന്നും എനിക്ക് മനസ്സിലായില്ലല്ലോ എന്നൊന്നും മനുഷ്യൻ പറയാൻ ഒരവസരവും വെക്കാതിരിക്കാനാണ് അള്ളാഹു ദൂതന്മാരെ നിയോഗിച്ചത്, മുഹമ്മദ് നബി അയച്ചത്. അപ്പൊ ഇതിലെന്താ മനസ്സിലാക്കുക? മുഹമ്മദ് നബിയെ അയച്ചു എന്നതുകൊണ്ട് തന്നെ ഹുജ്ജത്ത് സ്ഥാപിതമായി. മുഹമ്മദ് നബി അയച്ചു എന്നതുകൊണ്ട് തന്നെ ഹുജ്ജത്ത് സ്ഥാപിതമായി. ജൂത ക്രിസ്ത്യാനിക്ക് മുഹമ്മദ് എന്ന പേര് കേട്ടാൽ തന്നെ ഓന്റെ ഹുജ്ജത്ത് സ്ഥാപിതമായി. ഇനി അത് രണ്ടും അല്ലാത്ത ആൾക്കാർക്കോ മുഹമ്മദ് എന്നൊരു പ്രവാചകനുണ്ട് എന്ന് കേട്ടാൽ തന്നെ ഹുജ്ജത്ത് സ്ഥാപിതമായി കഴിഞ്ഞു. ആ മുഹമ്മദ് ആരാണ്, അവൻ എന്താണ് പഠിപ്പിച്ചത് എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത അവനാണ്, മനുഷ്യനുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ അവരുടെ ബാധ്യത നിർവഹിച്ചിട്ടുണ്ട്. മുഹമ്മദീയ സമൂഹം തഷ്ഹദു അലൈഹിം, ഈ ഉമ്മത്ത് മറ്റുള്ള ആളുകൾക്ക് സാക്ഷി പറയുന്നവരാകുന്നു. സൂറത്തുൽ ബഖറ 143 ആയത്തോട് കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആയത്താൻ ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ, നിങ്ങൾ ജനങ്ങൾക്കും മുഹമ്മദ് നബി നിങ്ങൾക്കും സാക്ഷിയാകാൻ വേണ്ടി. ആ രണ്ട് സാക്ഷ്യത്വം നേരത്തെ പറഞ്ഞു. അതിന്റെ അർത്ഥം പരലോകത്ത് മുഹമ്മദ് നബിന്റെ ഉമ്മത്ത്, നൂഹ് നബിന്റെ ഉമ്മത്ത് അടക്കമുള്ള മറ്റുള്ള ആളുകൾക്ക് അവർ ദൌത്യം നിർവഹിച്ചോ എന്നതിന് സാക്ഷി പറയേണ്ടവരാണ്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഞങ്ങൾ നബി മുഹമ്മദ് നബി പഠിച്ചതിന് നൂഹ് നബി എന്ന പ്രവാചകൻ വന്നിരുന്നു, അല്ലാതെ കണ്ടോ? നൂഹ് നബി അല്ല മുഹമ്മദ് നബി നൂഹ് നബിനെ കണ്ടോ? ഇല്ല. സഹാബത്ത് നൂഹ് നബിനെ കണ്ടോ? ഇല്ല. ഏതെങ്കിലും ബുക്കിൽ വായിച്ചോ? ഇല്ല, ഒന്നുമില്ല. പിന്നെ എവിടുന്ന് കിട്ടി? നബി പറഞ്ഞെടുത്ത കാര്യം. അപ്പൊ ഈ രണ്ട് നിലക്കുള്ള സാക്ഷ്യവും പരലോകത്ത് നടക്കും. സൂറത്തുൽ മുൽക്ക് 8-9 ആയത്ത്, ഓരോ കൂട്ടവും നരകത്തിലേക്ക് എറിയപ്പെടുമ്പോൾ നരകത്തിന്റെ കാവൽക്കാർ ആ ആളുകളോട് ചോദിക്കും, അലം യഅ്തിക്കും നദീർ, നിങ്ങൾക്ക് താക്കീതുകാരൻ വന്നിട്ടുണ്ടായിരുന്നോ? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ, അതെ ഞങ്ങൾക്ക് താക്കീതുകാരൻ വന്നിരുന്നു എന്നവർ പറയും. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ചില ആൾക്കാർ പറഞ്ഞ എന്താ, പ്രവാചകൻ വന്നു എന്ന് പറഞ്ഞാൽ പോരാ, പ്രവാചകൻ വന്നു എന്ന് കേട്ടാലും പോരാ, അവരെ കൊണ്ടുപോയിട്ട് ബോധ്യപ്പെടുത്തണം, അപ്പോഴേ ഹുജ്ജത്ത് സ്ഥാപിതാവുള്ളൂ, അല്ലെങ്കിൽ അവർക്കൊക്കെ ഉതിരേണ്ടതാണ്. അപ്പോ ഇവിടെ ഖുർആൻ എന്താ, നരകത്തിലേക്ക് എറിയപ്പെടുകയാണ്. ഉൽഖിയ ഫിഹ, നരകത്തിലേക്ക് ഓരോ ഫൗജ്, ഓരോ സംഘവും എറിയപ്പെടുമ്പോൾ നരകത്തിന്റെ കാവൽക്കാർ നരകത്തിലേക്ക് എറിയപ്പെടുന്ന ആളുകളോട് ചോദിക്കും, അല്ല കൂട്ടരെ, നിങ്ങൾ എങ്ങനെ പെടുത്തി, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ എല്ലാരും പറഞ്ഞെന്താ, ഖാലൂ ബല, അതെ, ഖദ് ജാഅനാ നദീർ, ഞങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നു. ഒരു മനുഷ്യൻ പറയില്ല, ഞങ്ങൾക്കൊരു നബിയും വന്നിട്ടില്ല, ഇനി ഏതോ മുഹമ്മദ് വന്നിരുന്നേക്കും ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങളതൊന്നും തിരിയുന്ന കോലത്തിൽ ആരും പറഞ്ഞു തന്നിട്ടില്ല, പറഞ്ഞിരുന്നെങ്കിലും ഞങ്ങൾക്കത് തിരിഞ്ഞിട്ടില്ല. എന്നാ നിങ്ങൾ പോയിക്കോളി, ഇങ്ങോട്ടല്ല നിങ്ങൾ അപ്പുറത്തേക്ക് പോയിക്കോളി എന്ന് പറയണ്ടോ? ഇല്ല. എന്താ, ഫക്കദ്ദബ്ന, ഞങ്ങൾക്ക് വന്നിരുന്നു, ഞങ്ങൾ കേട്ടിരുന്നു, മനസ്സിലാക്കിയിരുന്നു, പക്ഷെ ഞങ്ങൾ കളവാക്കി. അതൊന്നുമില്ല. വഖുൽനാ മാ നസലല്ലാഹു മിൻ ഷൈഇൻ, അല്ലാഹു ഒരു സംഗതിയും തന്നെ ഇറക്കിയിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, അതുണ്ടെന്ന് പറയുന്ന നിങ്ങളാണ് വലിയ വഴികേടിൽ ഇതെന്ന് ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ കേട്ടിട്ട് ധിക്കരിച്ചതാണ്, അതുകൊണ്ട് ഞങ്ങൾ നരകവാസി പറയുന്നതാണ്. ഇതൊക്കെ ഉണ്ടായിട്ടാണ് മറ്റേ വാദം പറയണത്. അപ്പൊ പ്രവാചകന്മാരെ അയച്ചതും ഹുജ്ജത്ത് സ്ഥാപിച്ചതും ഇതിനു വേണ്ടിയാകുന്നു. ഇനി ഫിർഔനിലേക്ക് അയച്ചതുപോലെ എന്ന് പറഞ്ഞാൽ, ഫിർഔനിലേക്ക് മൂസാ നബി അയച്ചു. ഫിർഔൻ ഈജിപ്തിലെ രാജപരമ്പരയിൽപ്പെട്ട ഫിർഔൻ എന്ന് വിളിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു. ഞാൻ റബ്ബാണെന്ന് അവൻ വാദിച്ചു. മൂസാ നബിയെ ധിക്കരിച്ചു, മൂസാ നബിയിൽ അവിശ്വസിച്ചു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്ത പാപം കാരണം ഇമ്മാ ഹത്തിആതിഹിം മുഗ്രിഖു ഫൗദ്ഖിലു നാറ, അങ്ങനെ തുടങ്ങുന്ന കുറെ ആയത്തുകളിൽ അല്ലാഹു അവരെ പിടികൂടി ശിക്ഷിച്ചു. നരകത്തിന്റെ മേൽ രാവിലെയും വൈകുന്നേരവും അവർ അന്നാറു യുറളൂന അലൈഹ, നോക്കൂ, നരകത്തിന്റെ മേൽ ഫിർഔനും കൂട്ടരും പ്രദർശിപ്പിക്കപ്പെടുന്നു. നരകത്തിന്റെ മേൽ ഫിർഔനും കൂട്ടരും പ്രദർശിപ്പിക്കപ്പെടുന്നു. ഗുദുവൻ വഅശിയ്യ, രാവിലെയും വൈകുന്നേരവും. അപ്പൊ നരകം ഖിയാമത്ത് നാളിന് ശേഷം അല്ലാഹ് ഉണ്ടാക്കണമല്ല, ഇപ്പോഴുണ്ട്. ആ നരകത്തിന്റെ മേലെ ഫിർഔനെയും കൂട്ടരെയും രാവിലെയും വൈകുന്നേരം അങ്ങനെ കൊണ്ടുപോയി കാണിക്കാണ്. ഇതാണ് എന്റെ സ്ഥലം, ബുക്ക് ചെയ്ത് വെച്ചിന്, അടണ്ട്, ടിക്കറ്റ് എടുത്തു കഴിഞ്ഞതാണ് അല്ലെ. യുറദൂന അലൈഹ, ഇത് സൂറത്ത് ഗാഫിറിലെ 46 ആയത്താണ്. ഇനി ഖിയാമത്ത് നാളില് ഈ കാണിക്കലിന്റെ പുറമെ ഖിയാമത്ത് നാളിൽ അവർ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. എന്നിട്ടോ അവർക്ക് എന്താ ഉള്ളത്? അശദ്ദൽ അദാബ്, ശിക്ഷയിൽ വെച്ച് ഏറ്റവും കഠിനമായ ശിക്ഷ ഫിർഔനുണ്ട്. കാരണം എന്താ, ഞങ്ങൾ അള്ളാഹു വലിയ നിയമത്ത് കൊടുത്താൽ രാജ്യത്തിന്റെ ഭരണാധികാരിയാക്കി, എമ്പാടും സൗകര്യങ്ങൾ ചെയ്തു. എന്നാൽ അതിക്രൂരമായി ജനങ്ങളോട് പെരുമാറി. പിന്നെ ധിക്കരിച്ചു, ഞാൻ തന്നെയാണ് റബ്ബ് എന്ന് വാദിച്ചു. അപ്പോ അതിനുള്ള ശിക്ഷ അള്ളാഹു അവർക്ക് നൽകി. 3 തരം ശിക്ഷയാണ് അള്ളാഹു കൊടുത്തത്. വബീലൻ, മാരകമായ ശിക്ഷ എന്ന് പറയാൻ കാരണം, ഒന്ന്, അള്ളാഹു അവരെ മുക്കിക്കൊന്ന് മായ്ച്ചു കളഞ്ഞു ഒരൊറ്റ സെക്കൻഡ് കൊണ്ട്. രണ്ടാമത്തേത്, ബർസഖിൽ
ഖിയാമത്ത് നാളിലേക്ക് എത്തുന്നത് വരെ ബർസഖിൽ വെച്ച് അവർക്ക് ശിക്ഷ ഉണ്ട്. അപ്പൊ ബർസഖിലും ശിക്ഷ ഉണ്ട്. ഫിറോനെ കുറിച്ച്, ഫിറോന്റെ സൈന്യത്തെക്കുറിച്ചും ആളുകളെ കുറിച്ചും പ്രത്യേകം പറഞ്ഞു, നേരത്തെ പറഞ്ഞ പ്രദർശിപ്പിക്കപ്പെടുന്നു നരകത്തിന്റെ മേൽ. മൂന്നാമത്തേത് ഖിയാമത്ത് നാളിൽ ശിക്ഷയുണ്ടെന്ന് മാത്രമല്ല അശദ്ദൽ അദാബ്, ഏറ്റവും കഠിനമായ 3 തരത്തിലുള്ള ശിക്ഷ ദുനിയാവിൽ, ബർസഖിൽ, ആഖിറത്തിൽ. ഇത് 3ഉം ഫിറോനും ആളുകൾക്കും ഉണ്ട് എന്ന് ഖുർആൻ താക്കീത് നൽകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഉദാഹരിച്ചുകൊണ്ടാണ് നിങ്ങളിലേക്ക് മുഹമ്മദിനെ അയച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അതിനെന്താ മനസ്സിലാക്കേണ്ടത്? ഫിർഔൻ മൂസാ നബിയെ ധിക്കരിച്ചതുപോലെ മുഹമ്മദ് നബിയെ ധിക്കരിച്ച ആളുകൾക്ക് ഫിർഔന്റെ ആളുകൾ അനുഭവിച്ചതിനേക്കാൾ കഠിനമായ ശിക്ഷ പരലോകത്തുണ്ടാകും എന്നാണ്. അതെവിടുന്ന് കിട്ടി? മൂസാ നബിയേക്കാൾ ശ്രേഷ്ഠനായ പ്രവാചകനാണ് മുഹമ്മദ് നബി. അപ്പൊ മൂസാ നബിയേക്കാൾ ശ്രേഷ്ഠനായ പ്രവാചകനെ ധിക്കരിച്ച ആളുകൾക്ക് മൂസാ നബിയെ ധിക്കരിച്ച ഫിർഔന് കിട്ടിയതിനേക്കാൾ കഠിനമായ ശിക്ഷയുണ്ടാകും. മുഹമ്മദ് നബി പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനാണ്, അതുകൊണ്ട് കഠിനമായ ശിക്ഷയും ഉണ്ട്. അപ്പൊ ഇതൊരു താക്കീതാണ്. ഫിർഔനും കൂട്ടർക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളിലേക്കും പ്രവാചകൻ അയച്ചിട്ടുണ്ടെന്നാൽ